حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي. ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ ഉമറാക്കളെ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവരുടെ ജീവിതം, ബഹുമാനപ്പെട്ടവരാരായിരുന്നു, പിന്നീട് സമൂഹത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായ ഒരു പ്രൊപ്പഗണ്ട, അദ്ദേഹം മരണപ്പെട്ടു എന്ന അവാസ്തവമായ ഒരു പെരുമ്പറ സത്യത്തിൽ അതിൻ്റെ വസ്തുത പ്രമാണങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നിങ്ങനെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. സൂറത്ത് മുഅ്മിനൂനയുടെ 50-ാമത്തെ വചനമാണ് ഈ പറയുന്നത്. അള്ളാഹു ഇത്ര മനോഹരമായ വർണ്ണിച്ച ഒരു കുടുംബം ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ യെക്കുറിച്ച് വേശ്യ എന്നായിരുന്നു യഹൂദികൾ പറഞ്ഞിരുന്നത്. ജാരസന്താനം എന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ നിന്ന് ആ കുടുംബത്തിന്റെയും ആ മാതാവിന്റെയും പുത്രത്തിന്റെയും പരിശുദ്ധി ലോകത്ത് എത്തിച്ചു കൊടുത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഈ മഹാന്മാരായ രണ്ട് വ്യക്തികളോട് ഏതെങ്കിലും ബാധ്യതയോ കടപ്പാടോ അല്ലെങ്കിൽ ആ പേര് നിലനിൽക്കുന്നതോ ആയ ഒരു സമൂഹം അടിസ്ഥാനപരമായി കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനോട് മാത്രമായിരിക്കും എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബൈബിൾ, പഴയ നിയമവും പുതിയ നിയമം എന്തുമാകട്ടെ, പഴയ നിയമം എന്ന് പറയുമ്പോൾ ചില സൂചനകൾ മാത്രമേ അത് ശേഷിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഈസ നബിയുടെ പേരിൽ പിന്നീട് ലോകത്ത് വന്നു അതിന്റെ അവാസ്തവങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ, ഈ സുവിശേഷങ്ങൾ പോലും ഇത്ര മനോഹരമായി വർണ്ണിച്ചിട്ടില്ല എന്ന് ഗൗരവമായി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആരായിരുന്നു ഈസ നബി എന്ന് അറിയണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിക്കുക എന്നത് അവരുടെ ആത്മാവിനോടും പ്രപഞ്ചത്തോടും ആ മഹത്തുക്കളോടും ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നീതിയാണ്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേരിൽ ഒരു അധ്യായം ഇല്ല എന്ന് നാം ഗൗരവത്തോടെ ചിന്തിക്കാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ഖദീജ ബീവിയുടെ പേരിലോ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഏറെ ഇഷ്ടപ്പെട്ട ആയിഷ ബീവിയുടെ പേരിലോ റളിയല്ലാഹു അൻഹുമ, പുണ്യനബിയുടെ കരളായിരുന്ന ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ പേരിലോ ഇങ്ങനെ ഒരു അധ്യായം വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കാം. എന്തിനധികം ഈമാനിന് ഉദാഹരണമായിട്ട് തന്നെയും ബഹുമാനപ്പെട്ട മറിയം ബേബിയെ കൊണ്ടുവരിക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇന്ന് ജൂതന്മാരും ക്രൈസ്തവരും എന്തുകൊണ്ട് കൈകോർക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിനോടുള്ള ഒരു തരം വൈരനിര്യാതന ബോധമായിരിക്കും അതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ മറിയമ്മിനെ കുറിച്ച് റളിയല്ലാഹു അൻഹ വേശ്യ എന്ന് പറയുന്ന ഒരു സമൂഹത്തോട് എങ്ങനെ നമ്മുടെ സഹോദരന്മാരായ
ക്രിസ്ത്യാനികൾക്ക് താദാത്മ്യപ്പെടാൻ കഴിയും എന്ന് ഗൗരവത്തോടെ നാം ചിന്തിക്കണം. എന്നാൽ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത് വകാനത്ത് മിനൽ ഖാനിതീൻ എന്നാണ്. അവരേറ്റവും വലിയ ഭക്തയായ പെണ്ണാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നല്ല, ഈമാനിന്റെ ഉദാഹരണമായ ഖുർആൻ അവരെ എണ്ണി പറയുകയാണ്. മറിയം ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ഇത് ഖുർആൻ പറയുന്നത് ആസിയ ബീവിയോട് ചേർത്തുകൊണ്ടാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന ആയത്തിന്റെ ആമുഖം തന്നെ വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. وكانت من القانتين എന്ന് പറയും. അവർ സമന്വത ഭക്തയായിരുന്നു ബഹുമാനപ്പെട്ട മറിയം ബീവി. വർക്കം കൊണ്ട് പറഞ്ഞേക്ക് മറിയം ബീവി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതാ സൂറത്തുൽ മുഅ്മിനൂൻ 50-ാമത്തെ വചനം. ആ ഉമ്മാക്ക് മോനുമുള്ള ഒരു പ്രത്യേകമായ, അവർക്ക് ഈ ലോകത്ത് തന്നെ ചെയ്തു കൊടുത്ത ഒരു സൗകര്യം, അള്ളാഹു നൽകിയ ആദരവ്. വജഅൽന ബിന മറിയമ വഉമ്മഹു ആയ വആവൈനാഹുമാ ഇലാ അർബവത്തിൻ ദാതി ഖറാരിൻ വമഈൻ. ഖുർആൻ അവരെ കാണുന്നത് പ്രത്യേകമായ ദൃഷ്ടാന്തം എന്ന നിലയിൽ. വേണ്ടി കൂടിയാണ് ഞാൻ ആ ഭാഗം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ കുടുംബത്തെ ഖുർആൻ നോക്കി കണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ. ഇതൊരിക്കലും ഈ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിൽ തറച്ചിട്ടില്ല എന്ന് പറയുന്നത് അമാന്യതയല്ല, പകരം മാന്യതയും അന്തസ്സും ആ മനുഷ്യനോട് ചെയ്യേണ്ട അർത്ഥത്തിന്റെയും സത്യത്തിന്റെയും നീതിയുമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആരാധനക്ക് വേണ്ടി അവർ പ്രത്യേകമായ കിഴക്ക് ഭാഗത്ത് ഒരു പ്രത്യേകമായ സംവിധാനം ഒരുക്കി അവിടെ പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേലികൾക്ക് കടന്നു ചെല്ലാനാവാത്ത വഴിയിൽ ഹിജാബ ഒരു പ്രത്യേകമായ ടെന്റിൽ വസിക്കുകയായിരുന്നു. സയ്യിദ്നാ ജിബ്രീലിനെ ആ ഭാഗത്തേക്ക് പറഞ്ഞേക്കുകയും ഒരു മനുഷ്യരൂപത്തിൽ വരികയും ചെയ്തു സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഏ മനുഷ്യ, നീ എന്റെ അടുത്തേക്ക് വരരുത്. ഇന്നി അഊദു ബിർറഹ്മാൻ, അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. മിൻകാൻ, നിന്നെ പോലത്തെ ആണുങ്ങളെ കുറിച്ച്. ഇൻ കുൻത തഖിയ, നിനക്കൊന്നെ ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നീ ഒന്ന് അള്ളാഹിനെ പേടിക്കേ. ഇതൊരു ഞാനൊരു പെണ്ണെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് നീ വരരുത് എന്ന് ആ മനുഷ്യനോട് ബഹുമാനപ്പെട്ട മറിയം ബീവി പറഞ്ഞു. ഉടനെ ഖാല ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമൻ സകിയ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരെ ചെന്നിട്ട് പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്, ഞാൻ വെറുതെ വന്നവനൊന്നുമല്ല, ഞാൻ നിന്റെ റബ്ബിന്റെ പ്രത്യേകമായ ദൂതനാണ്. വളരെ പരിശുദ്ധനായ ഒരു കുട്ടിയെ നിനക്ക് നൽകുക എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട ദൗത്യവും ലക്ഷ്യവും എന്ന് പറഞ്ഞു സയ്യിദുനാ ജിബ്രീൽ. ولنجعله آية للناس ورحمة منا.
ബഹുമാനപ്പെട്ട ഈസ നബിയെ കുറിച്ച് പറയുന്നത് തന്നെ മലക്ക് തന്നെ വന്ന് പറയുന്നത് വലിനജഅലഹു ആയതൻ ലിന്നാസ്. ഈ കുട്ടിയെ എക്കാലത്തേക്കുമുള്ള മനുഷ്യനുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നൽകുന്നത്. ഇത് കേവലം ഒരു കുട്ടിയല്ല. ഈ കുട്ടിയിൽ മഹാദൃഷ്ടാന്തങ്ങൾ, മനുഷ്യന് അപ്രാപ്യമായ പല കാര്യങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ ഫഅഖറഹ المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. ഉടനെ അവർ ഗർഭം ധരിച്ചു. പ്രസവ വേദന പിടിച്ചപ്പോൾ ഒരീത്തപ്പന തണ്ടിലേക്ക്, ഈത്തപ്പനയുടെ അടിക്കുത്തിയിലേക്ക്, ഒരീത്തപ്പനയുടെ മുരട്ടേക്ക് ചെന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ ആ ഈത്തപ്പനയിൽ പിടിച്ചു കുലിക്കാൻ ബഹുമാനപ്പെട്ട മറിയം ബീവിയോട് പറഞ്ഞു, വഹുസ്സി ഇലൈകി ബിജിസ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയാ. ആ ഈത്തപ്പനെ പിടിച്ച് ആ കുലിക്കാൻ വേണ്ടി, ഈത്തപ്പഴം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ ഈത്തപ്പനെ പിടിച്ച് കുലിക്കാൻ ബഹുമാനപ്പെട്ട മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അവർ അത് പിടിച്ചു കുലിക്കുകയും ഇഷ്ടം പോലെ മനോഹരമായ ഈത്തപ്പഴങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلنكلم اليوم إنسيا. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. നീ നിന്റെ വിശപ്പും ദാഹവും ഒക്കെ തീർക്കുക, എന്നിട്ട് നീ നാട്ടിലേക്ക് തിരിക്കുക, നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവുക. പുറത്തുള്ള ഒരു സ്ഥലത്തെ വെച്ചാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇസ്രായേലികൾ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് വന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് വളരെ ഉന്നതമായ ഒരു കുടുംബത്തിലുള്ള വിവാഹം ചെയ്യപ്പെടാത്ത ഒരു പെണ്ണിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന പൊല്ലാപ്പുകൾ പള്ളിയെയും പള്ളി അധികാരികളെയും അതിനെ തൊട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കുട്ടിയെ നൽകി. ആ കുട്ടിയെ പിടിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകാൻ ബഹുമാനപ്പെട്ട മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ അവർ മടങ്ങിപ്പോന്നു. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു ഖാലു യാ മറിയം ലഖദ് ജീതി ശൈഅൻ ഫരിയ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 16 മുതൽ 35 വരെയുള്ള വചനങ്ങൾ ഇത് വിശദമായി പറയുന്നുണ്ട്. ഈ ആയത്തുകൾ പറഞ്ഞിട്ട് ഖുർആൻ ഉപസംഹരിക്കുമ്പോൾ പറയേണ്ടത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഇതൊക്കെ ഖുർആൻ മറിയം ബീവിയെ കുറിച്ചും മറിയം ബീവിയുടെ മകനെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് ഉപസംഹരിക്കുക. എന്താ പറയുന്നത്? ذلك عيسى بن مريم ذلك عيسى بن مريم قول الحق الذي فيه يمترون. ഇവർ ശങ്കിച്ചു കൊണ്ടിരിക്കുന്ന ഈസ നബിയുടെ ചരിത്രമാണ് ഈ പറയുന്നത്. ആരാ ശങ്കിക്കുന്നത്? ആരാണ് ഈ ശങ്കിക്കുന്നത് എന്നത് അടുത്ത വാക്കുകൊണ്ട് മനസ്സിലാക്കാം. ആരാണ് ശങ്കിക്കുന്നത്? പിന്നീട് ബൈബിളിനെ മാറ്റിമറിച്ച ആളുകൾ തന്നെയാണ്. മാ കാന ലില്ലാഹി അയ്യത്തഖിറ മിൻ വലദിൻ സുബ്ഹാന. അല്ലാഹുവിനൊരു കുട്ടി ഉണ്ടാകേണ്ട ആവശ്യമേയില്ല. എന്തിനാണ് അല്ലാഹുവിനെ കുട്ടി? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ഒരാൾക്ക് കുട്ടി ഉണ്ടാകുന്ന എന്തിനാ? ഒന്നിരിക്കൽ അയാൾക്ക് കഴിയാതെ നേരത്ത് അയാൾക്ക് ഭക്ഷണവും അയാളുടെ ശുശ്രൂഷയും ഏറ്റെടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനത്തെ ഒരു സമയം ഇല്ല. നമ്മൾ ചിന്തിക്കണം, അല്ലാഹുക്ക് അങ്ങനെ സമയമില്ല. പിന്നെയോ മരിച്ചിട്ട് അയാൾക്ക് വേണ്ടി സംസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്
കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ അനിവാര്യത ഇല്ല. ഈ മറിയം ബീവിയുടെയും ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മനോഹരമായ ഭാഗങ്ങൾ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് മാ കാന ലില്ലാഹി അയത്തഖിറ മിൻ വലദിൻ സുബ്ഹാന. അല്ലാഹു തആലക്ക് ഒരു കുട്ടി ഉണ്ടാവില്ല തൊട്ട് അല്ലാഹു പരിശുദ്ധനാണ്. ഇദാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഇന്ന ലില്ലാഹി ലഅഹ്ലീന ഫിൽ അർളി. അല്ലാഹുവിന് ഭൂമിയിൽ കുടുംബമുണ്ട് എന്ന് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആളുകൾ ചോദിച്ചു, നബി അള്ളാഹ്ക്ക് കുടുംബമുണ്ടെന്നോ? എങ്കിൽ ഞങ്ങൾക്ക് അവരെന്ന് കാണണമല്ലോ. ഹബീബായ നബി പറഞ്ഞു, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്. ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ കുടുംബമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അള്ളാഹുവിന്റെ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹിന്റെ കുടുംബമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അംഗീകരിക്കട്ടെ. അപ്പൊ എല്ലാവരും വളരെ ആത്മാർത്ഥമായും ഈ ദീനിയായ ദഅവത്തിന്റെ വിജയത്തിന് വേണ്ടിയും എല്ലാവരും സംഭാവനകൾ അർപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മെ മുത്തഖീങ്ങളും സാലിഹീങ്ങളും ഉൾപ്പെടുത്തട്ടെ. ചിന്തിക്കണം ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹത്വം. ഇനി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ആ അതിമഹത്തായ ചില സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ആല ഇംറാൻ 49-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. സൂറത്ത് ആല ഇംറാന്റെ 49-ാമത്തെ വചനം ശ്രദ്ധിക്കണം. ഈസ നബി സയ്യിദുനാ ഈസ, ഉറക്കെ പറയും സയ്യിദുനാ ഈസ. ഈ മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള അമാനുഷികമായ കഴിവുകളാണ് ഖുർആൻ പറയുന്നത്. റസൂലൻ ഇലാ ബനീ ഇസ്രായീൽ അന്നീ ഖദ് ജീതുകും ബിആയത്തിൻ മിർ റബ്ബികും അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി കഹയ്യത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിക്കോലം ഉണ്ടാക്കി തരാം. എന്നിട്ട് അതിൽ ഞാൻ പ്രത്യേകമായി ഓടുകയും അത് പറവയായി പാറിപ്പോവുകയും ചെയ്യും. കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കളിമണ്ണ് കൊണ്ട് പക്ഷിക്കോലങ്ങൾ ഉണ്ടാക്കി. ആ പക്ഷിക്കോലങ്ങളിൽ ഓടിയപ്പോൾ അതങ്ങനെ പറന്നുപോയി. അതങ്ങനെ ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ പറയുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷിക്കോലം ഉണ്ടാക്കുകയും അതങ്ങനെ തന്നെ പറന്നു പോവുകയും ചെയ്തിരുന്നു. വഖീല ഇന്നഹും തലബു ഖൽഖ ഖഫാഷിൻ. ഒരു വാവലിനെ പടക്കാൻ വേണ്ടിയാണ് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടെന്നാൽ വാവൽ എന്ന് പറയുന്നത് സത്യത്തിൽ പക്ഷിയാണെങ്കിലും പക്ഷിയുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. പക്ഷികൾ സാധാരണ മുട്ടയിടും, വാവൽ മുട്ടയിടുകയല്ല. വാവൽ സസ്തനിയാണ്. വാവലിന് സ്ഥനമുണ്ട്. വാവൽ പ്രസവിക്കുകയാണ് ചെയ്യുക. വാവലിന് മനുഷ്യനെ പോലെ ഹൈലുണ്ടാകും. വാവലിന് സ്ത്രീ വാവലുകൾക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷിക്കൂട്ടങ്ങളിൽ പ്രത്യേകമായ ഒരു കഴിവ് കൊടുത്ത ഒരു ജീവിയാണ്. ഒരു പ്രത്യേകമായ സൃഷ്ടിപ്പാണ് വാവൽ. അവർ കൽപ്പിച്ചത് തന്നെ ഒരു സാധാരണ പക്ഷി പോരാ, ഞങ്ങൾക്ക് നീ ഒരു കടവാവലിനെ പടച്ചു തരണം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. നബി അലൈഹി സ്വലാത്തു വസ്സലാം വാവലിനെ പടച്ചു. ഒരു വാവലിനെ പടച്ചു കൊടുത്തു. ഒരുപാട് പ്രത്യേകതയുള്ള ജീവിയാണ് വാവൽ. വാവലിനെ പടക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചാൽ വാവലിനെ തന്നെ പറഞ്ഞ് ഒന്ന് വാവൽ യൽഹഖുൽ ഇൻസാൻ, മനുഷ്യന്മാർ ചിരിക്കും പോലെ ചിരിക്കാൻ കഴിയും വാവലിന്. പെണ്ണുങ്ങൾക്ക് ഹൈലുള്ളത് പോലെ വാവലിന് ഹൈലുണ്ടാകും. പിന്നെ വേറെയും അതിന് പ്രത്യേകത ഉണ്ട്. ലാ യബ്സുറു ഫീ ലൗഇൻ നഹാരി വലാ ഫീ ദുൽമത്തിൽ ലൈലി. പകലും രാത്രിയും പല സമയങ്ങളിലും അതിന് കണ്ണ് കാണില്ല.
അതിരാവിലെ കുറച്ചു നേരം കണ്ണു കാണും, വൈകുന്നേരം കുറച്ചു നേരം കണ്ണു കാണും. ഇതാണ് വാവലിന്റെ സ്വഭാവം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ പറവയാണ് വാവൽ. ഈ വാവലിനെ പടക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചു അങ്ങോട്ട് ഓടി. അപ്പോൾ അത് പറന്നുപോയി. ചിന്തിക്കണം. ചിന്തിക്കണം. കുരുടന്മാരെയും വെള്ളപ്പാണ്ടുകാരെയും ഞാൻ സുഖപ്പെടുത്തുകയും ചെയ്യും. ചിന്തിക്കണം. ഇങ്ങനെ സുഖപ്പെടുത്തുകയും ചെയ്യുമെന്നല്ല, സുഖപ്പെടുത്തി. പലപ്പോഴും ഒരുപാട് രോഗികൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ വരും. ഇങ്ങോട്ട് വരാൻ കഴിയുന്ന രോഗികൾ ഇങ്ങോട്ട് വരും. ഒമല്ലംയുത്തേക്ക് കഴിയാത്ത ആളുകളുടെ അടുത്തേക്ക് അത്താഹു ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് ചെല്ലും. ഒമാക്കാനത്ത് മുടാവമത്തു, അവിടുത്തെ ചികിത്സയാകട്ടെ ഇല്ലാ ബിദ്ദുആഇ വഹ്ദാ, രോഗികളെ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. ഏത് രോഗാണെങ്കിലും, കുരുട്, വെള്ളപ്പാണ്ട്, കുരുട് പോലെയുള്ള ഒരു കാലത്തും സുഖപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള രോഗങ്ങൾ വരെ പ്രാർത്ഥിച്ചു മാറ്റിയിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. ചിന്തിക്കണം. മരിച്ചാരെ ജയിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്നേഹിതനുണ്ടായിരുന്നു ആദർ മരിച്ചപ്പോൾ ഈസ നബിക്ക് വലിയ വേദനയായി. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആദറിന്റെ ഖബറിന്റെ അരികിലേക്ക് ചെന്നു. ആദറിനോട് പറഞ്ഞു, കോം കോം കോം, ഇവിടുന്ന് എണീക്ക് നടന്നു. അപ്പോൾ ഫഖാമമിനൽ ഖബറിൽ നിന്ന് എണീറ്റു ആദർ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു ഈസ നബിക്ക്. വലിയ സ്നേഹിതനായിരുന്നു. കാരണം സദീഖല്ലോ, ഹബീബായ നബിക്ക് സദീഖുൽ അക്ബർ എങ്ങനെ ചങ്ങാതിയാണോ അങ്ങനെ ഈസ നബിക്ക് ചങ്ങാതിയാണ് ആര്? ആദർ. അതുകൊണ്ട് ആദറിന്റെ ഖബറിന്റെ അടുത്ത് എന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആദറിനോട് എണീക്കാൻ അതുക്കുറു, ഈ ആദർ ഖബറിൽ കടന്നിട്ട് നെയ്യൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ട് വതുക്കുഹു യഖ്തുറു, ഈ നെയ്യ് ഇങ്ങനെ ഒലിച്ചു ചാടിക്കൊണ്ടാണ് ഖബറിൽ നിന്ന് എണീറ്റത്. ബഹുമാനപ്പെട്ട ജാമിഅ അഹ്കാമുൽ ഖുർആനിൽ ഇമാം ഖുർത്തുബി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലാവണില്ലേ പറഞ്ഞത്? സ്വാഭാവികമായ ഒരാൾ മരിച്ചാൽ അയാൾ എങ്ങനെ അഴുകാൻ തുടങ്ങുമല്ലോ. ഈ അഴുകി ഈ നെയ്യുകളൊക്കെ എങ്ങനെ ഒലിച്ചു പോയിരുന്നു. ആ ഒലിച്ച നെയ്യ് ശരീരത്തിൽ ഉണ്ടായ അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദറിനെ ജീവിപ്പിച്ചത്. പിന്നെ കുറെ കാലം ആദർ ജീവിക്കുകയും വലുതലഹു, പിന്നീടും ആദറിന് കുട്ടികൾ ഉണ്ടാവുക വരെ ചെയ്തു. ജാരിയ, വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ രോഗമായി മരിച്ചപ്പോഴും ജീവിപ്പിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. അവൾക്കും പിന്നെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായി. പിന്നെയോ വേറൊരു കിഴവിയായ ഒരു സ്ത്രീയുടെ മകന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട്, അതും ജീവിപ്പിച്ചിട്ടുണ്ട്. ആ കിഴവി ഇങ്ങനെ കരഞ്ഞു പോകുന്നത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു. എന്ത് സംഭവിച്ചെന്ന് വെച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ആകെ ഈ ഉമ്മാക്ക് ഒരു മോന് മാത്രമേ ഉള്ളൂ, ഈ മോന് മരിച്ചുപോയി, ഇനി സംരക്ഷിക്കാൻ ആളില്ല എന്നുള്ള വേദനയിൽ ഇത് കരയാണ്. എന്നാ പിന്നെ മരിക്കാനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം മയ്യത്ത് കട്ടിൽ ഇറക്കി വെച്ചു. വളരെ ചിന്തിക്കണം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയ റൂഹിനെ മനുഷ്യന്മാർക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയോ എന്നുള്ള ചില കിംവദന്തികളൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതൊക്കെ ഭീമമായ അബദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ കഴിയും, ഒരു വിരോധമല്ല. മടക്കിയിട്ടുണ്ട് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവൊക്കെ മനുഷ്യന്മാർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈസ നബി അലൈഹി ചിന്തിക്കണം. ചിന്തിക്കുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ പല കാര്യങ്ങളിലും ചില മഹാന്മാരെ കുറിച്ചൊക്കെ അങ്ങനത്തെ കഴിവുകൾ പറയുമ്പോൾ അതൊക്കെ പൊട്ടത്തരം പറയാന്ന് വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല കഴിവും ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വൃദ്ധയായ സ്ത്രീയുടെ മകനെ കട്ടിൽ നിറക്കി. എന്നിട്ട് എണീറ്റു. നോക്കുമ്പോൾ അയാൾക്ക് വസ്ത്രമൊന്നുമില്ല. ഈ കഫൻ പുടവയിൽ നിന്നൊക്കെ അയാൾ എണീറ്റു. അതിനെ സിയാബുഹും, എവിടെ അയാളെ വസ്ത്രം അന്വേഷിച്ചു. പെട്ടെന്ന് ആരോ വസ്ത്രം കൊണ്ടുവന്നു. ഫലബിസ സിയാബ, അയാൾ വസ്ത്രം ധരിച്ചു. എന്നിട്ട് അപ്പോൾ ഉമ്മയ്ക്കും മകനും വളരെ സന്തോഷമായി. അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ നാട്ടുകാർക്ക് വേവലാടി. നാട്ടുകാർ പറഞ്ഞു, യഹ്മരി സരീറ, ഈ കട്ടിലും ചുമന്നു കൊണ്ടുപോകണം എന്ന് കൽപ്പിച്ചു. നാട്ടുകാർ പറഞ്ഞു, കാരണം ഒരു മയ്യത്ത് കൊണ്ടുപോയി വഴിയിലെത്തിയിട്ട് പിന്നെ മയ്യത്തിനെ കുഴിച്ചിടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും മയ്യത്ത് കൊണ്ടുപോയവർക്ക്. അതുകൊണ്ട് കട്ടിലും കൂടി മടങ്ങി ഏറ്റിപ്പോവുക എന്നുള്ളത് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് യഹ്മരി സരീറ, ഈ കട്ടിൽ ചുമക്കെന്ന് പറഞ്ഞു. വന്ന ആളുകൾ ഈ മരിച്ച മനുഷ്യനോട് അയാൾ മയ്യത്ത് കട്ടിലും ചുമന്നുകൊണ്ട് അയാളെ ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി ഈ സംഭവം ജാമിഅ അഹ്കാമുൽ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്
ബഹുമാനപ്പെട്ട സാമി ബിൻ നൂഹ് അലൈഹിസ്സലാത്തു ഒന്ന് വെറുതെ മഹാനായ സാമി ബിൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജീവിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെയും ധാരാളം കാണുന്നുണ്ട്. ഫഉനബ്ബിഉകും ബിമാ തഅകുലൂൻ വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ എന്ത് കഴിച്ചുവെന്നും എന്ത് സൂക്ഷിച്ചുവെന്നും എനിക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞു സയ്യിദുനാ ഈസ. ഒരുപാട് മഹാത്ഭുതങ്ങളായ അദൃശ്യ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. അന്നഹു കാന യൽഅബു മഅ സുബിയാൻ, കുട്ടികളോട് കൂടെ കളിക്കാൻ പോകും ഈസ നബി അലൈഹിസ്സലാം. കുട്ടികളെ കൂടെ കളിക്കാൻ ഇറങ്ങും സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ കുട്ടികളോട് പറയും അവരെ വാപ്പയും ഉമ്മയൊക്കെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാനുള്ളത് എന്ന കാര്യമൊക്കെ കുട്ടികളോട് പറയും. ചിലപ്പോൾ കുട്ടികളോട് പറയും ഇന്ന ഉമ്മക്ക് കത് ഖബഅത്ത്, ഉമ്മ എന്നാലിനൊരു സാധനം ഉണ്ടാക്കിയിട്ട് വീട്ടിലൊരു സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കുട്ടികളോട് പറയും. കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി വരും. ബുക്കി എന്നിട്ട് കാര്യം ഇല ദാലിക ഷൈഅ, നിങ്ങൾ ആ ഉണ്ടാക്കി വെച്ച സാധനം എനിക്ക് തരണം എന്ന് പറഞ്ഞ് കരയും. ഫഖാലുലി സിബിയാനും സിബിയാനെയും അവസാനം ജനങ്ങൾ കുഴങ്ങിപ്പോയി. കാലുലി സിബിയാനെയും ജനങ്ങൾ കുട്ടികളോട് പറഞ്ഞു ലാ തൽഅബു മഅ ഹാദ സാഹിരി, ഇനി ഈ കുട്ടികൾ ഈ ജോത്സ്യന്റെ കൂടങ്ങൾ ആരും കളിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെ മുഴുവനും ഒരു വീട്ടിലിട്ട് അടച്ചു പൂട്ടി ആ നാട്ടുകാർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂടെ കളിക്കുന്ന കുട്ടികളെയും അന്വേഷിച്ചു വന്നു. എന്റെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ലൈസു, അവരിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഈസാ നബി ചോദിച്ചു മൻഫിൽ ബൈത്തി, പിന്നെ ആരാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ബഹളം കേട്ടു. ആരായി ബഹളം വെക്കുന്നുണ്ടല്ലോ, വീട്ടിൽ ആരാ ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഖനാസീർ, വീട്ടിന്റെ ഉള്ളിൽ പന്നികളാണെന്ന് വെച്ചോളൂ, നിനക്ക് എന്താ വേണ്ടത്? ഫഖാല, അപ്പോൾ ഈസാ നബി പറഞ്ഞു യകൂന കദാലിക, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഫസാറു ഖനാസീർ, അതോടുകൂടെ ഈ കുട്ടികൾ പന്നികളായി മാറി. മഹാത്ഭുതങ്ങൾ കുറച്ചൊന്നല്ല. മഹാനായ സയ്യിദുനാ ഈസ ഒരുപാട് മഹാത്ഭുതങ്ങൾ, അമാനുഷിക കാര്യങ്ങൾ ചെയ്തു. വളരെ ചിന്തിക്കണം. ഇനി നമ്മൾക്ക് ഈ വിഷയം ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സഹോദരങ്ങളായ ഖാദിയാനികൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത ഖാദിയാനി സുഹൃത്തുക്കൾ വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം. എന്താണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം? ഈ ഖാദിയാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയി എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മഹത്തായ കാര്യങ്ങളെയും നിഷേധിച്ചവരാണ് സത്യത്തിൽ ആ സമൂഹം എന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുകയാണ്. ഖാദിയാനികളുടെ ഖുർആൻ വ്യാഖ്യാനം 120-121 പേജുകൾ ഗൗരവമായി നാം ആലോചിക്കണം. പക്ഷികൾ മുട്ടകളുടെ മേൽ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് പോലെ ആത്മീയ പുരോഗതിക്ക് യോഗ്യരായ ആളുകളെ എന്റെ ശിക്ഷണത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു നാൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ആത്മീയമായി പറന്നുയരുന്നവരാക്കി തീർക്കുന്നതാ എന്നാണ് ഉദ്ദേശ്യം. അല്ലാതെ ഞാൻ ദൈവമാകുമെന്നോ സാക്ഷാൽ പക്ഷികളെ സൃഷ്ടിക്കുമെന്നോ ഇതിനർത്ഥമില്ല. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇന്നി അഖ്ലുഖു ലക്കും മിനത്വീനി ഫകഹൈഅതി ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. മൈക്കൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. ആലോചിക്കണം. ഇന്നി അഖ്ലുഖു ലക്കും മിനത്വീനി കഹൈഅതി ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പൂർണ്ണമായി ദുർവ്യാഖ്യാനം ചെയ്തവരാണ് ഖാദിയാനികൾ. ആരെങ്കിലും അത്തരം പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് ഷഹാദത്ത് കലിമ ചെല്ലാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് വളരെ വിനയത്തോടെയും താഴ്മയോടെയും ഇസ്ലാമിയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയി എന്ന് മാത്രമാണോ ഖാദിയാനികൾ പറഞ്ഞിട്ടുള്ളത്? അല്ല. ഖാദിയാനികൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിനെ വരെ വളരെ തെറ്റായ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആന്റെ നസ്സനെ വരെ നിഷേധിക്കുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചവരാണ്, ദുർവ്യാഖ്യാനം ചെയ്തവരാണ് ഖാദിയാനികൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷികൾ ഉണ്ടാക്കുമെന്ന വിഷയം പറഞ്ഞെടുത്ത് ഖാദിയാനി തർജ്ജമ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. പക്ഷികളുടെ മുട്ടകളുടെ മേൽ അടയിരുന്ന്
കുഞ്ഞുങ്ങളെ വിരയിക്കുന്നത് പോലെ ആത്മീയ പുരോഗതിക്ക് യോഗ്യരായ ആളുകളെ എന്റെ ശിക്ഷണത്തിൽ കൊണ്ടുവന്ന് ഒരു നാൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ആത്മീയമായി പറന്നുയരുന്നവരാക്കി തീർക്കും എന്നാണ് ഇതിന്റെ താല്പര്യം. അഥവാ ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാവുന്ന കുറച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. അഥവാ നല്ലൊരു മുഅല്ലിമ്, യോഗ്യന്മാരായ ശിഷ്യന്മാരെ ഉണ്ടാക്കും എന്നാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അല്ലാതെ പക്ഷികളെ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കാനൊന്നും ഈസാ നബിക്ക് കഴിവില്ല. വളരെ ചിന്തിക്കണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഈസാ നബി മരിച്ചു എന്ന് മാത്രമല്ല ഖാദിയാനികൾ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട എല്ലാ അമാനുഷിക കാര്യങ്ങളെയും അവർ അടിസ്ഥാനപരമായി നിഷേധിച്ചിട്ടുണ്ട്. ഇത് ഗൗരവമായി നാം മനസ്സിലാക്കണം. ആരെങ്കിലും അത്തരം പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയും മഹാനായ കാളമ്പാടി ഉസ്താദും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ കോഴിക്കോട് ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ ചേക്കേറുന്ന വസ്തുത അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. ആർക്കെങ്കിലും അത്തരം പ്രസ്ഥാനങ്ങളോടുമായി ബന്ധമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവർ രാജിവെക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നസ്സുൽ ഖുർആനെ പരസ്യമായി തമ്മാടിത്തരത്തിന്റെ വ്യാഖ്യാനം പറയുകയല്ലേ ബഹുമാനപ്പെട്ട മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ പക്ഷിയെ ഉണ്ടാക്കാനൊന്നും കഴിയില്ല, തനിക്ക് യോഗ്യന്മാരായ ശിഷ്യന്മാരെ ഉണ്ടാക്കും. പറന്നു പോവാന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുന്നിലേക്ക് എത്തിച്ചേരാൻ മാത്രം യോഗ്യന്മാർ. പക്ഷികൾ എന്ന് പറഞ്ഞാല് തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ വളർത്തും പോലെ ഞാൻ കുറച്ച് മക്കളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഇതിന്റെ താല്പര്യം എന്ന് ആരുടെ വ്യാഖ്യാനം? സാക്ഷാൽ ഖാദിയാനികളുടെ വ്യാഖ്യാനം. ഈ കൂട്ടത്തിനും അങ്ങനെയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? ലോകത്തെ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് പറഞ്ഞത്? അത് ഖാദിയാനികൾ ചിന്തിക്കണം. അത്തരം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടരുത്. കാണുന്നിടത്ത് മുഴുവനും എവിടെ പള്ളി കണ്ടാലും അവിടെ കയറി നിസ്കരിക്കാം എന്ന് താല്പര്യമുള്ള ചില അന്തമില്ലാത്ത നമസ്കാരക്കാർ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. എവിടെയും അവർ കയറി നിസ്കരിക്കും. അവര് റോഡിൻ പക്കത്ത് എവിടെയാണോ പള്ളി അവിടെ കയറി നിസ്കരിക്കും. ഇത്തരം പള്ളികളിൽ കയറി നമസ്കരിച്ചാൽ അത് തന്റെ അത്തരം ആളുകളെ ജമാഅത്തിന്റെ വരെ തുടർന്നാൽ അത് സൂഉൽ ഖാത്തിമക്ക് കാരണമാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം ലോകത്തിന് തർക്കമില്ലാത്ത കുഫറിന്റെ വിഭാഗമാണ് ഖാദിയാനികൾ. മുസ്ലിം ലോകം ഈ വിഷയത്തിൽ ഇജ്മാ കൊണ്ടുവന്നു. എന്തുകൊണ്ട്? ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത വിഷയമാണ് ഖാദിയാനികൾ കാഫിറാണ്. അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാട്ടിക്കൂടെന്ന് നിങ്ങൾ ആലോചിക്കും. ഇനി രണ്ടാമത്തെ വിഷയം അത് മാത്രമല്ല. കുരുടന്മാർക്ക് കണ്ണ് നൽകുമെന്ന് പറഞ്ഞാൽ കണ്ണ് കൊടുക്കാനൊന്നും ഈസാ നബിക്ക് കഴിയില്ല. പിന്നെയോ പ്രകൃതിയായുള്ള കുരുടന്മാർക്ക് കാഴ്ച നൽകിയെന്നും സാക്ഷാൽ പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തിയെന്നും ഈസാ നബിയെ സംബന്ധിച്ച് പൊതുവെ ഒരു ധാരണ ഉണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കുരുടും പാണ്ഡുരോഗികളും ശാരീരികമായ നിലയിൽ അന്ധത ബാധിച്ചവരോ പാണ്ഡുരോഗം ബാധിച്ചവരോ അല്ല. ആത്മീയാന്ധത ബാധിച്ച കുരുടൻ എന്നാണ് ഇവിടെ താല്പര്യം. പൂർണ്ണമായ വിശ്വാസം കൈക്കൊണ്ടിട്ടുള്ളവരെയാണ്. പാണ്ഡുരോഗം ബാധിച്ചവൻ എന്ന പദം അപൂർണമായ വിശ്വാസം കൈക്കണ്ടിട്ടുള്ളവരെയാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യമുള്ള ത്വക്കുകൾക്കിടയിൽ രോഗ്യബാധിതരായ ത്വക്കുകൾ സംവഹിക്കുന്നവരാണവർ. എങ്ങനെയാണ് ഉദ്ദേശം? നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുരുടനെയും വെള്ളപ്പാണ്ടുകാരനെയും മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മീയാന്ധത ബാധിച്ച ആളുകൾ, ആത്മീയമായി ചിന്തയില്ലാത്ത ആളുകൾ, ഫാസിഖീങ്ങൾ, അവരെ പിടിച്ച് സാലിഹ്യങ്ങളാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കണ്ണ് കൊടുക്കാനൊന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യണം? ഹബീബായ റസൂലുള്ളാഹി ഖതാദ ചെന്നില്ലേ പുണ്യ നബിയുടെ അരികിലേക്ക്, നബിയെ എന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി, കണ്ണ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇൻ സബർത ഫഹുവ ഖൈറുൽ ലക്, നിനക്ക് ക്ഷമിച്ചാൽ നിനക്ക് നല്ല കാര്യമാണ്. ഒരു കണ്ണ് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കല്ലേ, ക്ഷമിച്ചാളാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം പെണ്ണ് കെട്ടിയ ആളാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നബിയെ? ഞാൻ ആകെ എന്റെ ഭാര്യക്ക് എന്റെ ഈ മുഖം ഈ സൗന്ദര്യം കൊണ്ടാണ് അവൾ എന്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ. ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം പെണ്ണ് കിട്ടിയതാ. അതുകൊണ്ട് ഈ കല്യാണം കഴിച്ചാൽ ഞാൻ ഈ കണ്ണാട് പോയാൽ എനിക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണ് വേണം എന്ന് പറഞ്ഞു.
ഹബീബ റസൂലുള്ളാഹി ഫഅദ്ഖല സബ്ബാബതഹു ഇലാ ഫമിഹി, വായിലേക്ക് അങ്ങനെ കയ്യാട് വെച്ചു. എന്നിട്ട് ഖത്താദയുടെ കണ്ണ് തള്ളിക്കയറ്റുകയും ഖത്താദക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് കൊടുക്കുകയും ചെയ്തു. ഇമാം ബുഖാരി സ്വഹീഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ മാത്രം ആരാതൊക്കെ ചെയ്യാത്തത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ചുരുക്കത്തിൽ ഇത്തരം തമ്മാടിത്തരത്തിന്റെ പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം സമുദായം രാജിവെക്കേണ്ടതാണ്. ആരെങ്കിലും ഇവരോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ പേടിയുള്ള, പടച്ചോനെ പേടിയുള്ള, അള്ളാഹുവിന്റെ നരകത്തെ പേടിയുള്ള മനുഷ്യന്മാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖാദിയാനികളുമായുള്ള ബന്ധം ഒഴിവാക്കേണ്ടതാണ്. ഇത് വലിയ നാശങ്ങൾ സമുദായത്തിൽ വെച്ച് വരുത്തി വെക്കും. പുതിയ തലമുറ ഇപ്പൊ കാലം പഠിച്ചത് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്നിപ്പോ എന്നോട് പറഞ്ഞു, പുതിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കുമില്ല, ഒരു ലഗാനും ഇല്ല, ഒന്നുമില്ല. പോക നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം, നോമ്പ്. ആര് എന്ത് ആരെ കൂട്ടം ആരൊപ്പം പോകണം, ഒരു ബോധവും ഇല്ല. അവർക്ക് പ്രസ്ഥാനം ഉണ്ടോ ഇല്ല, അവർക്ക് അഹ്ലുബൈത്തുണ്ടോ ഇല്ല, ഒന്നുമില്ല. ഒരു പേടിയില്ല. അവർക്ക് അഹ്ലുബൈത്തിനെ ബഹുമാനമില്ല, അവർക്ക് ആലിമീങ്ങളെ ബഹുമാനമില്ല, ആലിമീങ്ങളെ ആലിമായി അംഗീകരിക്കുകയില്ല. ഇതൊക്കെ വളരെ വലിയ നാശത്തിലേക്ക് മുസ്ലിം സമുദായം കൂപ്പുകുത്തുകയാണ്. ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ വൽ അദബി. സത്യത്തിൽ യതീം എന്ന് പറഞ്ഞത് ബാപ്പ മരിച്ചവനല്ല, അദബില്ലാത്തവനാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആരെ പാട്ട് പാടിയത്? ആരോ പാടിയതല്ല, ഇമാമുന ശാഫിഈ. ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. സത്യത്തിൽ യതീം എന്നാൽ ബാപ്പ മരിച്ചവനല്ല, പിന്നാരാ? ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. ഈ സൂക്കട് ഇന്ന് ചേകനൂരിസത്തിലേക്കും കയറിയിട്ടുണ്ട്. ചേകനൂരിസത്തിലോ ഖാദിയാനിസത്തിലോ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ പേടിയുള്ളവരെ, അള്ളാഹുവിനെ പേടിയുള്ളവരെ രാജിവെച്ചോളൂ. അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളൂ, ഒരു സാലത്തിലേക്ക് മടങ്ങിക്കോളൂ. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ജഹന്നമിലേക്ക് പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തൊക്കെ എഴുതി കൂട്ടിയിട്ടുള്ളത് നോക്ക്. മരിച്ചവരെ ജീവിപ്പിക്കും എന്നല്ല ഇവിടെ അർത്ഥം. യഥാർത്ഥമായി തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും എന്നല്ല ഇവിടെ ഉദ്ദേശ്യം. മരിച്ചവർ ഈ ലോകത്ത് ജീവനോടെ തിരിച്ചു വരികയില്ല. മരിച്ചവർ മരിച്ചുപോയി പിന്നെ മടങ്ങി വരൂല. ചിന്തിക്കണം. മരിച്ചവർ തിരിച്ചു വരുന്ന വിശ്വാസം ഖുർആൻ അധ്യാപനങ്ങൾക്ക് എതിരാണ്. മരിച്ചവരെ ജീവിപ്പിക്കുമെന്നതിന് ആത്മീയമായി മരിച്ചവരെ ജീവിപ്പിക്കും എന്നാണ് വിവക്ഷ. അഥവാ ആത്മീയമായ മരിച്ച ഇത് എങ്കിൽ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? ആത്മീയപരമായി മരിച്ചവരെ ജീവിപ്പിക്കുന്ന സദസ്സാണല്ലോ ഇവിടെ. എന്നാൽ ഖാസിമിയെ കുറിച്ച് യുഹയിൽ മൗത്ത മരിച്ചവരെ ജീവിപ്പിക്കണമെന്ന് പറയാൻ പറ്റുമോ? ആത്മീയമായി മരിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകാം. അവരെ ജീവിപ്പിക്കുന്ന സദസ്സ. നമ്മളെ നേതാക്കന്മാർ രണ്ടാളത് പറഞ്ഞിട്ട് മരിച്ചവർ ഇത് ആത്മീയമായ ഔന്നത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കിയത്. ശരി, ആത്മീയമായി മരിച്ചവരെ ജീവിപ്പിക്കുന്ന സദസ്സ. ശരി, 13 ദിവസം റഹ്മത്തുള്ള ഖാസിമി മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറയാൻ പറ്റും? എന്ത് വിഡ്ഢിത്തരം മനുഷ്യന്മാരെ പറയുന്നത്. പച്ചത്തെറിയും തമ്മാടിത്തരവും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ പേരിൽ വെച്ച് കെട്ടിയവരെ ലോക മുസ്ലിമീങ്ങൾ അന്ത്യനാൾ വരെ നിങ്ങൾക്ക് മാപ്പ് തരുകയില്ല. ഇത് ഗൗരവമായി ഖാദിയാനികൾ മനസ്സിലാക്കണം. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ആരെങ്കിലും കയറി കൂട്ടിയില്ലെങ്കിൽ പടച്ചവനെ വിചാരിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം. അള്ളാഹുവിന്റെ കലാമൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണിവർ. അള്ളാഹുവിന്റെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയും റസൂല് വരും, നബി വരും എന്ന് പറഞ്ഞ തമ്മാടികളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തൊക്കെ തമ്മാടി കൂട്ടം കാര്യങ്ങളാ കാട്ടിക്കൂട്ടിയത് നിങ്ങൾ നോക്ക്. നിങ്ങൾ കഴിച്ചത് ഞാൻ പറയാം, നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചത് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭാവിയിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്ന നേട്ടങ്ങളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും എന്നാണ് അതിന്റെ അർത്ഥം. ഭാവിയിൽ സമുദായത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേട്ടങ്ങളെയൊക്കെ ഞാൻ പറയാം. അതേതായാലും സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു കാര്യം നിശ്ചയിച്ചാൽ ഒരു ബോധമുള്ള ഒരാൾക്ക് അതിന്റെ പരിണിത ഫലം എങ്ങനെ വരുമെന്ന് പറയാൻ കഴിയുള്ളൂ. എന്നതുപോലെ പറയാം. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ആരൊക്കെ ജയിക്കുമെന്ന് പറയാൻ കഴിയും പോലെ പറയാം. അത്രേ ഉള്ളൂ. അല്ലാതെ
നിങ്ങൾ കഴിച്ചതും നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചതും ഞാൻ മുഅ്ജിസത്തായി അതാണ്. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ. പിന്നെ എന്തിനാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഇത്ര വലിയ ഗൗരവമായി ഈ കാര്യം ഊന്നി പറഞ്ഞിട്ടുള്ളത്? ചിന്തിക്കണം. അതുകൊണ്ട് ഈസ നബി മരിച്ചു എന്നുള്ള സോക്കട് മാത്രമല്ല ഖാദിയാനിയുള്ള സോക്കട്. അള്ളാഹുവിന്റെ ദീനിൽ എവിടെയൊക്കെ നന്മ ഉണ്ടോ അതൊക്കെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അത്ഭുതത്തിന്റെ കല പറയാ. ഇത് ഖാലൽ ഹവാരിയൂന യാ ഈസ ബിന മറിയം ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ ഖാല തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്ത് മാഇദ 112. നേരത്തിന് ഞങ്ങൾക്ക് സുപ്ര ഇറക്കി തരാൻ കഴിയുമോ, ഭക്ഷണത്തളിക ഇറക്കി തരാൻ കഴിയുമോ എന്ന് അപ്പോസ്തലന്മാർ ഈസ നബിയോട് ചോദിച്ചു. ഇറക്കി കൊടുത്തു. 40 ദിവസം ഇറക്കി കൊടുത്തു. അതിരാവിലെ ഭക്ഷണം ഇറങ്ങി ഇങ്ങനെ വരിക. മാഇദ അധ്യായത്തിന്റെ പേര് തന്നെ സുപ്ര. ഇത് ഖാലൽ ഹവാരിയൂൻ, അപ്പോസ്തലന്മാർ പറഞ്ഞു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ചോദിക്കുന്നുണ്ട്, എന്റെ അപ്പോസ്തലന്മാർക്ക് ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, പകരം ഇസ്രായേലികൾ നിർബന്ധിച്ചു. അങ്ങനെ കഴിയുമെങ്കിൽ നിന്റെ ഈസാക്ക് ഞങ്ങൾക്ക് നേരത്തിന് ഒരു ഭക്ഷണം, സ്വർഗീയ ഭക്ഷണം ഇറക്കി തരാൻ പറയും, എന്നാ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹവാരിയങ്ങൾ കുഴങ്ങി. പ്രബോധനത്തിന്റെ ആളുകളാണ് ഹവാരിയങ്ങൾ. അവർ ബന്ധപ്പെട്ട് പറഞ്ഞു, ഒരു സുപ്രയെ പറ്റി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഖാലൽ ഹവാരിയൂന യാ ഈസ ബിന മറിയം ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين. ബഹുമാനപ്പെട്ട ഈസ നബിയോട് അവർ സുപ്ര ഇറക്കാൻ ആവശ്യപ്പെട്ടു. قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون علينا من الشاهدين. قال عيسى بن مريم اللهم انزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ വർക്കങ്ങോട്ട് പറയേ, സയ്യിദുനാ ഈസ ഞങ്ങൾക്ക് അതെന്ന് കഴിക്കണം. ഞങ്ങളെ ഹൃദയത്തിനൊരു സമാധാനവും ഉണ്ടാകണം. നീ പറഞ്ഞത് സത്യമാണ് എന്നുള്ള വിവരവും ഞങ്ങൾക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ വിഷയം ഹവാരിയങ്ങൾ ഇത് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ സാധാരണ വസ്ത്രം അഴിച്ചു വെക്കുകയും ഒരു കരിമ്പടം പുതക്കുകയും ചെയ്തു. എന്നിട്ട് എണീറ്റ് നിന്നു. കാലിനെ കാലിലേക്ക് ചേർത്ത് വെക്കുകയും മടമ്പും കാലിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്തു. സയ്യിദുനാ ഈസ തള്ളവരലിനെ തള്ളവരലിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് വലത്തെ കയ്യെ ഇടത്തെ കയ്യിന്റെ മേൽ വെച്ചു. അങ്ങനെ വെച്ചു. എന്നിട്ടോ എന്നിട്ട് തല താഴ്ത്തി നിന്നു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു മഹാനായ സയ്യിദുനാ ഈസ. ഹത്താ ജറത് ദമു അലാ ലഹിയതിഹി. താടിരോമങ്ങളുടെ കണ്ണുനീര് ഇങ്ങനെ ബാഷ്പബിന്ദുക്കൾ ഒലിച്ചിറങ്ങി സയ്യിദുനാ ഈസ. അതിനുള്ള മറുപടിയാണ് ഖാലല്ലാഹ് ഇന്നി മുനസ്സിലുഹാ അലൈക്കും, ഞാൻ ഇറക്കി തരാം എന്ന് അല്ലാഹു പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഫമൻ യക്ഫുറു ബഅദു മിൻകും, പിന്നെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദാ, ആർക്കും കൊടുക്കാത്ത ശിക്ഷ ഞാൻ അവർക്ക് കൊടുക്കും എന്ന ഈ സുപ്ര ഇറങ്ങി. എന്നിട്ടും ഇസ്രായേലികൾ ധാരാളം വിശ്വസിച്ചില്ല. അവർ പിന്നെ കുരങ്ങായി മാറി. കുരങ്ങായി മാറിയിട്ടുള്ളത് ഒരു സംഭവത്തിൽ മാത്രമല്ല, അത് ഞാൻ നാളെ വിശദീകരിക്കും, ഇന്നിപ്പോ പറയുന്നില്ല. ഒരു സംഭവം ഇതാണ്. സുപ്രയെ നിഷേധിച്ചവർ പിന്നീട് കുരങ്ങായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരി ഇവിടെ പറയുന്നുണ്ട്, അത് മുഴുവൻ കൂടി പറയാൻ നേരമില്ല. കുരങ്ങ് എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ പ്രകൃതമുള്ള സ്വഭാവമുണ്ടായി എന്നൊക്കെയാണ് അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാന്റെ ഖുർആനിന്റെ എല്ലാ അളമത്തും കണ്ട് എടുത്ത് കളിയ തന്നെ. ഇതിന്റെ പേരും വിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷ ആണ്. ഇതൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവും ചെയ്യും. ആരെയും സ്വീകരിക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് മുസ്ലിമുകൾക്ക് ഉണ്ട് താൻ. ഒന്നുമില്ല, സംഘടനയില്ല, നേതൃത്വമല്ല, ഒന്നുമില്ല, ആരുമില്ല. അങ്ങനെ ഒരു പോക്കാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഭക്ഷണം ഇറങ്ങിയപ്പോ വലിയ നേട്ടങ്ങളുണ്ടായി. ഈ ഭക്ഷണത്തിൽ നിന്ന് കഴിച്ച രോഗികൾ സുഖപ്പെട്ടു. ഈ ഭക്ഷണം കഴിച്ച ദരിദ്രന്മാർ ധനാഢ്യന്മാരായി. അപ്പോഴത്തിന് ആളുകൾ ഇഷ്ടം പോലെ ഭക്ഷണത്തിലേക്ക് ഈ തളിക എന്നും വരും. 40 ദിവസം സുബീഹത്തിൽ രാവിലെ വന്നു ആളുകൾ തിങ്ങിക്കൂടാൻ തുടങ്ങി. എല്ലാരും വന്ന് ഇറങ്ങി തിന്നാൻ തുടങ്ങി. എല്ലാരും വന്നു. ഒരു ദിവസം വരും സമൂദ ഗോത്രത്തിന്റെ ഒട്ടകത്തെ പോലെയായിരുന്നു. ഒരു ദിവസം വരും, പിറ്റേന്ന് വരില്ല. അങ്ങനെ ഇരുന്നു സ്വഭാവം. അങ്ങനെ 40 ദിവസം ഈ ഭക്ഷണ തളിക ഇറങ്ങി വന്നു. ഹബീബായ നബി പറഞ്ഞു, അനിബ്നു അബ്ബാസിന് ഖാല റസൂലുള്ളാഹി ഉൻസിലത്തിൽ മായിദത്തു ഖുബ്സൻ വലഹ്മൻ വഉമിറു അല്ലാ യഖൂനു വലാ യദ്ഖിറു ലിഗദിൻ. ഇതിൽ വഞ്ചന കാണിക്കരുതെന്നും നാളത്തേക്ക് എടുത്തു വെക്കരുതെന്നും അല്ലാഹു തആല ആ ജനതയോട് പറഞ്ഞിരുന്നു. ഫഖാനു, അവരെ വഞ്ചിക്കുകയും എടുത്തു വെക്കുകയും ചെയ്തു. വറഫഉ ലിഗദിൻ, നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചപ്പോൾ ഫമുസിഹു ഖിറദതൻ വഖനാസീർ, പറഞ്ഞതിനെതിരെ ചെയ്തപ്പോൾ ആ ജനതയെ അല്ലാഹു തആല കുരങ്ങും പന്നികളുമാക്കി മാറ്റി എന്ന് പുണ്യനബി ഇത് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, സാന്ദർഭികമായി ഞാൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനം, ഇൻഹുവ ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി വജഅൽനാഹു മസലൻ ലിബനീ ഇസ്രായീൽ. അല്ലാഹു തആല പ്രത്യേകമായ നിഅമത്ത് ചെയ്ത ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. അള്ളാന്റെ അടിമ മാത്രമാണ് സയ്യിദുനാ ഈസ. സയ്യിദുനാ ഈസ ഒരിക്കലും ദൈവപുത്രനല്ല. ഖുർആൻ സൂറത്തു സുഖ്റൂഫിന്റെ 60-ാമത്തെ വചനം, ഇൻഹുവ ഇല്ലാ ദിക്റുൻ ഇൻഹുവ ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി വജഅൽനാഹു മസലൻ ലിബനീ ഇസ്രായീൽ ലൗ നശാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലുഫൂൻ. സൂറത്തെ സുഖ്റൂഫിന്റെ 59-60 വചനങ്ങൾ. ഇന്നഹു ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നിഅമത്ത് ചെയ്തിട്ടുള്ള ദാസനാണ് മഹാനായ സയ്യിദുനാ ഈസ. ഒരിക്കലും ദൈവപുത്രനല്ല. സൂറത്തു സുഖ്റൂഫിൽ വീണ്ടും പറയുന്നുണ്ട്, എവിടെ നിന്നാണ് ഈസ ദൈവപുത്രനാണ് എന്ന സന്ദേശം നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ വാങ്ങിക്കൂട്ടിയത് എന്നും അവർ ഗൗരവമായി ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ്. പിന്നീട് വന്ന ലോകം കണ്ട അതിപ്രധാനപ്പെട്ട വേദഗ്രന്ഥം പൂർണ്ണമായും അതിനെ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ദൈവപുത്രൻ എന്ന് സെന്റ് പോളിന് ശേഷമാണ് ഈ ഒരു സിദ്ധാന്തം ക്രിസ്തീയ ലോകം സ്വീകരിച്ചത്. സെന്റ് പോളിന് ശേഷം AD 3-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് ഈ ഒരു അബദ്ധത്തിന്റെ വിശ്വാസം ക്രിസ്തീയതയിൽ ചേക്കേറിയിട്ടുള്ളത്. അതിനുമുമ്പ് രചിക്കപ്പെട്ടതും ലോകം സത്യമെന്ന് അംഗീകരിക്കപ്പെട്ടതുമായ ബർണബാസ് സുവിശേഷം തന്നെ ഒരു പ്രവാചകൻ എന്ന തലത്തിൽ മാത്രമാണ് ഈസ നബി അംഗീകരിച്ചിട്ടുള്ളത്. ദൈവപുത്രൻ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ആശയം ഇവിടെ ഖുർആനും ശരിവെക്കുകയാണ്. وليبين لكم بعد الذي تختلفون فيه فاتقوا الله واطيعون. അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിനെ പേടിക്കൂ എന്ന് പറഞ്ഞു സയ്യിദുനാ ഈസ. ഇന്നല്ലാഹ ഹുവ റബ്ബി വ റബ്ബുകും ഫഅബ്ദു ഹാദാ സിറാത്തും മുസ്തഖീം. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാരോപദേശമായി സൂറത്തു സുഖ്റൂഫിന്റെ 63-64 വചനം അല്ലാഹു പറയുന്നു. എന്താണ് ഈസ നബി പറഞ്ഞിട്ടുള്ളത്? ഇന്നല്ലാഹ ഹുവ റബ്ബി വ റബ്ബുകും, അല്ലാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഫഅബ്ദു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഹദാ സിറാത്തും മുസ്തഖീം, അതാണ് ചൊവ്വായ മാർഗം എന്ന് പറഞ്ഞു സയ്യിദുനാ ഈസ.
ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല. റസൂലാണെന്ന് പറഞ്ഞു, ദൂതനാണെന്ന് ഖുർആൻ പറയുന്നു, ബൈബിളും അത് പറയുന്നുണ്ട് ഒരു ഭാഗത്തെങ്കിലും. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വഈസ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാൻ വആതൈനാ ദാവൂദ സബൂറാ. സൂറത്ത് നിസായിന്റെ 163-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അമ്പിയാക്കളെ എണ്ണിയപ്പോൾ റസൂലാണ് എന്നാണ് മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂൽ എന്ന രൂപത്തിൽ സംബോധന ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനും ചെയ്തിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ ദാസനാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രബോധകനാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെന്നും അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ശിരസ വഹിക്കണമെന്നും സ്വീകരിക്കണമെന്നുമാണ് മഹാനായ സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. പിശാചിനോട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി മത്തായി സുവിശേഷം 4-ാം ഖണ്ഡത്തിന്റെ 10, 11, 12 വചനങ്ങളിൽ പറയുന്നുണ്ട്, സാത്താനെ എന്നെ വിട്ടു പോവുക, നിന്റെ ദൈവമായ കർത്താവിന് മാത്രമേ നമസ്കരിച്ച് നീ ആരാധിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. മത്തായി സുവിശേഷം 4-ാം ഖണ്ഡത്തിന്റെ 10, 11, 12 വചനങ്ങൾ ഗൗരവമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതായി. ഈസാ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. മാത്രമല്ല ഈസാ നബിക്ക് അല്ലാഹു വേറെയും ഒരു പ്രാധാന്യം കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നറിയിപ്പുകാരനാണ് യഹ്യ എങ്കിൽ, മഹാനായ ഈസാ നബി ആകട്ടെ ഹബീബായ മുഹമ്മദ് നബിയുടെ മുന്നറിയിപ്പുകാരനാവുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം, ഇതാണ് നമ്മൾ ഇതിന്റെ ഏറ്റവും ക്ലൈമാക്സ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഈസാ നബി മുന്നറിയിപ്പുകാരനാണ്. ആരുടെ മുന്നറിയിപ്പുകാരൻ? മുഹമ്മദുൻ. നോക്കൂ നിങ്ങൾ, വലിയ ഉന്നതനാണെങ്കിലും പ്രവാചക തലത്തിൽ അദ്ദേഹം 4-ാം സ്ഥാനക്കാരനാണ്, 1-ാം സ്ഥാനക്കാരനല്ല, 2-ാം സ്ഥാനക്കാരനുമല്ല, 3-ാം സ്ഥാനക്കാരനുമല്ല, 4-ാം സ്ഥാനക്കാരനാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രവാചക തലത്തിൽ 4-ാം സ്ഥാനക്കാരനാണ്. 1-ാം സ്ഥാനം മുഹമ്മദ് നബി, 2-ാം സ്ഥാനം സയ്യിദ്നാ ഇബ്രാഹിം, 3-ാം സ്ഥാനം സയ്യിദ്നാ മൂസ, 4 സയ്യിദ്നാ ഈസാ, 5 സയ്യിദ്നാ നൂഹ്. ആദ്യം വന്നത് നൂഹ്, 5-ാം സ്ഥാനം നൂഹ്. 5-ാമതായി വന്നത് മുഹമ്മദ് നബി, പക്ഷെ 1-ാം സ്ഥാനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബശ്ശിറാണ്. ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്റെ മുബശ്ശിറ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു മുന്നറിയിപ്പുകാരൻ. ഇന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമതിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ്സാലിഹീൻ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വിപുലമായ അർത്ഥത്തിൽ മഹാനായ സയ്യിദ്നാ ഈസാ നബി മുന്നറിയിപ്പുകാരനാണ്. സൂറത്ത് സഫിന്റെ 6-ാമത്തെ വചനം ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. വഇദ് ഖാല ഈസാ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല അന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖുൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബൈനാത്ത് ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ. സൂറത്ത് സഫിന്റെ 6-ാമത്തെ വചനം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നറിയിപ്പുകാരനാണ്. ആരുടെ മുന്നറിയിപ്പുകാരൻ? മഹാനായ റഹ്മത്തുൽ ലിൽ ആലമീനായ മിനൽ യസീരി സഖാഹ വഅത്അമ ജൈശാഹു അത്തക്തഫൗ വയസീറുഹു ലം യൻഫരി വലഹുൽ വസീലതു വൽ ഫളീലതു വൽ ഉലാ വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി.
ആ മുന്നറിയിപ്പുകാരനായതുകൊണ്ട് തന്നെയാണ് ആ മുന്നറിയിപ്പുകാരന്റെയും ഉമ്മയുടെയും മഹത്തായ സിദ്ധികൾ ഹബീബായ മുഹമ്മദ് നബി ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല അന്ത്യനാളിൽ വരുന്ന ഈസ നബി മിൻ ഉമ്മത്തി മുഹമ്മദിൻ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഇതാ ഖുർആൻ പറഞ്ഞു, ഈസ നബി ജനങ്ങളോട് പറഞ്ഞത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന നബിയുടെ അഹ്മദിന് എന്ന നബിയുടെ മുന്നറിയിപ്പുകാരനാണ് ഞാൻ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന നബിയുടെ മുന്നറിയിപ്പുകാരനാണ് ഞാൻ. അഹ്മദ് എന്നത് ആരെ പേരാ? ഹബീബായ മുഹമ്മദുൻ. സഹീൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. മൻ അന, ആരാ ഞാൻ എന്ന് നിങ്ങൾക്കറിയുമോ? അന മുഹമ്മദുൻ വഅന അഹ്മദു വഅനൽ ഹാശിറു വഅനൽ ആഖിബു വഅന നബിയുത് തൗബ വഅന നബിയുർ റഹ്മ വഅന നബിയുൽ മൽഹമ. സ്വഹീഹുൽ ബുഖാരി. ഹബീബായ നബി പറഞ്ഞു, ഞാൻ ആരാ? അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ. വഅന അഹ്മദു, ഖുർആനിൽ പറഞ്ഞ അഹ്മദ് ഞാൻ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദിയാനികൾ വ്യാഖ്യാനിക്കുന്നത് നോക്കുക. അഹ്മദ് എന്ന പേര് മുഹമ്മദ് നബിയിൽ ഈ വചനം ഈ പ്രവചനം മുഹമ്മദ് നബി തിരുമേനിയിൽ പ്രത്യക്ഷമായി തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അഹ്മദ് എന്ന വാക്ക് മുഹമ്മദ് നബിയെ പറ്റി പറയും. പക്ഷേ കൂട്ടുകമ്പനിയാ, ആരൊറ്റക്കല്ല. നിങ്ങൾ പറയൂ. ഖാദിയാനികൾ ഈസ നബി മരിച്ചു എന്ന് മാത്രമല്ല കൂട്ടരെ പറഞ്ഞത്, മുഹമ്മദ് നബിക്ക് പങ്കാളിയാവുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം കേട്ടോ. ഈ അഹ്മദ് എന്ന വാക്ക് മുഹമ്മദ് നബിയിൽ സാക്ഷാത്കരിക്കപ്പെടും. അങ്ങനെ തന്നെയാ. പക്ഷേ അതോടൊപ്പം തന്നെ നബി തിരുമേനിയുടെ പ്രതിച്ഛായയിൽ വന്ന ഒരു പ്രതിപുരുഷൻ ശൈത്താൻ. നിങ്ങളുടെ ആലോചിച്ച് നോക്കി. മുഹമ്മദ് നബിയുടെ പ്രതിച്ഛായയിൽ വന്ന ആള് ഹബീബായ നബി പറഞ്ഞത് മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമത്തലു ബി. ഈ ലോകത്ത് ഏതൊരാൾക്കും ഒരു പ്രതിപുരുഷൻ ഉണ്ടാകും. ആർക്കില്ല? ഉറങ്ങല്ലേ മനുഷ്യന്മാരെ, എനിക്കില്ല. ശൈത്താൻ പറയാണ്, ഇത് മുഹമ്മദ് നബിയുടെ പ്രതിച്ഛായയിൽ വന്ന വേറൊരാൾക്കും കൂടി ഈ വാക്ക് പറയാം. അത് പ്രതിച്ഛായയിൽ വന്ന ഒരു പ്രതിപുരുഷനായ പ്രവാചകനിലും ഇത് പരോക്ഷമായി സാക്ഷാത്കരിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള പ്രതിച്ഛായ പ്രവാചകനെ പറ്റി അടുത്ത അധ്യായം 4-ാം വചനത്തിലും സൂചിപ്പിച്ചു. അതായത് അവിടെ ദുർവ്യാഖ്യാനുണ്ട് എന്നർത്ഥം. വാഗ്ദത്ത മഹ്ദിയും മസീഹുമായി നിയുക്തനായ ഹസ്രത്ത് അഹ്മദ് ആകുന്നു അതുകൊണ്ടുള്ള വിവക്ഷിതം. മിർസ ഗുലാം അഹമ്മദിനെ കുറിച്ച് പഞ്ചാബിൽ അന്തല്ലാതെ നടന്നിരുന്ന മിർസ ഗുലാമിനെ പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ മറിയം ഈസനെ ആവണമെങ്കിൽ ഞാൻ ഈസ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈസയാവണമെങ്കിൽ നിങ്ങളെ ഉമ്മ മറിയം ആവണ്ടേന്ന് ചോദിച്ചു. നിങ്ങളെ ഉമ്മ ചിറാഗ് ബീവിയാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഈസമിന് മറിയമാവും? നിങ്ങളെ ഉമ്മ ചിറാഗ് ബിബിയല്ലേ, പിന്നെ എങ്ങനെ നിങ്ങള് ഈസമിന് മറിയമാവും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മേ ബി ഈസാഹു മേ ബി മറിയംഹു. ഞാൻ തന്നെയാണ് ഈസ, ഞാൻ തന്നെയാണ് മറിയം, എല്ലാം ഞാൻ തന്നെയാണ് ഈസ. അതിനാണ് ഗുളിക കഴിയാന്ന് പറയും. നമ്മളെ നാട്ടില് അതിന് പറയുന്ന പേരാണ് ഗുളിക കഴിയാൻ. അതിന് പറയും ഗുളിക കഴിയുന്ന ആളുകളെ സോക്കടാണത്. മേ ബി ഈസാഹും മേ ബി മറിയംഹും എന്നാ പറയും. ഞാൻ തന്നെയാണ് ഈസ, ഞാൻ തന്നെയാണ് പറയും. നിങ്ങൾ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രതിച്ഛായ എത്ര? ആരാ മുഹമ്മദ് നബി? മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ കണ്ടിരിക്കുന്നു. സ്വപ്നം ഒരു ദിവസം നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റആനി, എന്നെ കണ്ടിരിക്കുന്നു. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. എന്റെ കോലത്തിൽ രൂപപ്പെടാൻ ഒരു പ്രതിച്ഛായക്കും സാധ്യമല്ല. ഒരു പിശാചിനും എന്റെ കോലത്തിൽ വരാൻ കഴിയില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. ആ മുഹമ്മദ് നബിന്റെ പ്രതിച്ഛായ ഇവർ ഞാൻ വിശദീകരിക്കണില്ല. ചുരുക്കത്തിൽ മുഹമ്മദ് മുസ്തഫ
അതുകൊണ്ടാണ് നജ്ജാശി രാജാവ് ക്രിസ്ത്യാനിയായ നജ്ജാശി രാജാവിന്റെ അരികിലേക്ക് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബികൾ അബിസീനിയയിലേക്ക് ഒന്നാമത്തെ ഹിജ്റ പോയി. ആ സ്വഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവും പകലും ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു, ബൈബിളിന്റെ ആളായിരുന്നു നജ്ജാശി രാജാവ്. ഈ ആള് ഈ സ്വഹാബികൾ ഹിജ്റ വന്നപ്പോൾ ആ നജ്ജാശി രാജാവ് പറഞ്ഞത് മർഹബൻ ബിക്കും وممن جئتم من عنده أشهد أنه رسول الله وأنه الذي نجد في الإنجيل. നിങ്ങൾ ആരാ അടുത്തുനിന്ന് വന്നതാണോ അയാൾക്കും സ്വാഗതം. അയാളാണല്ലോ അന്നി നശ്ഹദു അന്നി റസൂലുള്ളാഹ് വ അന്നി നജിദുഹു ഫിൽ ഇൻജീൽ. ഞങ്ങൾ ഇൻജീലിൽ മനസ്സിലാക്കുന്ന പ്രവാചകൻ ആ പ്രവാചകനാണെന്ന് പറഞ്ഞു. ആര്? ക്രിസ്ത്യാനിയായ നജ്ജാശി റളിയല്ലാഹു അൻഹു. പിന്നെ അദ്ദേഹം മുസ്ലിം ആവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിൽ വഫാത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത അഖൂകും നജ്ജാശി, നിങ്ങളെ നജ്ജാശിയെ മദീനയിൽ അബിസീനിയയിൽ മരിച്ചു പോയിരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹ് മദീനയിൽ പുറത്തേക്ക് പള്ളിയുടെ പുറത്തേക്ക് വരികയും ആളുകളെ ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കുകയും ചെയ്തുവെന്ന് സ്വഹീഹുൽ ബുഖാരി. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ സന്ദേശം ക്രിസ്തീയ സഹോദരന്മാർ വരെ ആദ്യ കാലഘട്ടത്തിൽ അംഗീകരിച്ചിരുന്ന യാഥാർത്ഥ്യമായിരുന്നു. നിഷേധിക്കാൻ കഴിയില്ല. അനിഷേധ്യമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഖൗലിയും ഒന്ന് രണ്ടായത്തുകൾ കാണിക്കാം. ദുർവ്യാഖ്യാനം ചെയ്യാൻ ചില ആളുകൾ ഉപയോഗിക്കുന്ന ചില ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم إن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما. സൂറത്തുൻ നിസായിന്റെ 157 158 വചനങ്ങൾ. ഖൗലിയും ക്രിസ്തീയ സമൂഹങ്ങളും ഇപ്പോഴും ജൂതന്മാര് നേരത്തെയും പറഞ്ഞു ഇന്നാ ഖതലൽ മസീഹ, ജൂതന്മാരെ പറ്റിയാണ് ഈ പറയുന്നത്. പിന്നീട് ആര് ക്രിസ്ത്യാനികൾ ഏറ്റുപിടിച്ചു. ഒരിക്കലും ക്രിസ്തീയ സഹോദരങ്ങൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? വജീഹൻ ഫിദ്ദുനിയാ, ഈ ലോകത്തെ ഏറ്റവും യശസ്സുള്ള അന്തസ്സുള്ള ഒരാളാക്കി നാം നിശ്ചയിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. ജൂതന്മാര് പറഞ്ഞു ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ്, ഈസ നബിയെ ഞങ്ങൾ കൊന്നു എന്നവർ പറഞ്ഞു. അവരങ്ങനെ പറയും. എന്തുകൊണ്ട്? അവർ ആരെ കിട്ടിയാലും കൊലപ്പെടുത്തുന്ന പതിവുള്ളവരാണ്. ഇന്നും അങ്ങനെയാണല്ലോ. ഇന്നും ജൂതന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. അള്ളാഹു ആ സമൂഹത്തിന്റെ ക്രുദ്ധതയെ തൊട്ട് ലോകത്തെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ സമൂഹത്തിന്റെ ക്രുദ്ധതയെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടല്ലോ ജൂതന്മാരുടെ ഒത്താശ കൊണ്ട് അമേരിക്ക കാട്ടിക്കൂട്ടിയ ചില തമ്മാടിത്തരം. അമേരിക്ക എന്ന് പറഞ്ഞ സത്യത്തിൽ ജൂതന്മാർ വരച്ചു കൊടുത്ത പ്ലാനിൽ വെടിവെക്കുന്നവരാണ്. കണ്ടില്ലേ? പരിശുദ്ധ റമളാനിന്റെ തലയാഴ്ച സിവിലിയന്മാരുടെ മേൽ ബോംബിട്ടു. മിണ്ടിയോ ആരെങ്കിലും? പൂച്ചക്കുട്ടി മരിച്ചാൽ പോലും കവിത എഴുതുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, ലോകത്തെമ്പാടുണ്ട്. മിണ്ടിയോ? നിഷ്കരുണം പാവപ്പെട്ട മുസ്ലിമീങ്ങളെ അതും പിടിച്ചടക്കിയ മണ്ണിൽ ആരാണ് മനുഷ്യരെ യുദ്ധം ചെയ്യുന്നത്? ഈ കാട്ടാളത്തിന്റെ അനീതിയെ കുറിച്ച് മിണ്ടാൻ ആരാളുള്ളത്? അതിനൊക്കെ കാരണമുണ്ട്. അവർ പ്രവാചകന്മാരെ കൊലപ്പെടുത്തി പരിചയമുള്ള ജനതയാണ് ജൂത സമൂഹം. എത്ര ആളുകളെയാണ് അവർ കൊന്നത്? സയ്യിദുനാ സക്കരിയ നബിയെ ഷാക്കൂഷ് അടിച്ചു കയറ്റിയ കൊന്നത്. പക്ഷെ ഇതങ്ങനെ കൊല്ലം കിട്ടിയില്ല. കൊല്ലം പിടിക്കാൻ നോക്കി, കിട്ടിയില്ല. വേറെ ആളെ കിട്ടിയത്. എന്തുകൊണ്ട്? വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറ വമിനൽ മുഖറബീൻ. ഇത് അന്തസ്സുള്ള ആൺകുട്ടിയാണ്. ഇത് കിട്ടൂല. കിട്ടുകയെ ഈസ നബിയെ കിട്ടുകയെ. ആരാ ഈസ നബി എന്നാ വിചാരിക്കുന്നത്? ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എങ്ങനെ ഈസ നബി ആരാന്ന് നിങ്ങൾ വിചാരിച്ചത്? ഹബീബായ മുഹമ്മദ് നബി കഴിഞ്ഞാൽ ലോകം കണ്ട ധീരൻ സയ്യിദുനാ ഈസയാണ്. ചിന്തിക്കണം. സത്യത്തിൽ അള്ളാഹുവിന്റെ സത്യത്തിലേക്ക് മടങ്ങണമെന്ന് താല്പര്യമുള്ളവർ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് അടുത്തറിയണം. ക്രിസ്തീയ സഹോദരങ്ങളോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഈസ നബി ആരാന്ന് മനസ്സിലാവും, എന്തൊക്കെ സംഭവിച്ചു എന്ന് മനസ്സിലാവും. ഖുർആൻ പറഞ്ഞു വമാ ഖതലു
വമാ ഖതലൂഹു വമാ സ്വലബു, അവരദ്ദേഹത്തെ കൊന്നിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തിരിച്ചറിയാതെയാക്കപ്പെട്ടു. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നത് അൽഖാ ശിബ്ഹഹു അലാ ഇൻസാനിൻ ആഖർ, വേറൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖച്ഛായ അങ്ങോട്ട് നൽകി. നോക്കൂ, കാന റജുലുൻ യദ്ദഇ അന്നഹു മിൻ അസ്ഹാബി ഈസാ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളുകളെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു. വകാന മുനാഫിഖൻ, അസ്ലിൽ അയാൾ മുനാഫിഖായിരുന്നു. വദഹബ ഇലൽ യഹൂദ്, യഹൂദികളുടെ അടുത്തേക്ക് അയാൾ പോയി. വദല്ലഹും അലൈഹി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അറിയിപ്പ് കൊടുത്തു. ഫലമ്മാ ദഖല മഅൽ യഹൂദി, എന്നിട്ട് ഈസാ നബിയെ ഒറ്റിക്കൊടുത്താൽ, ഈസാ നബിയെ പിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ലിആഖിരിഹി അൽഖല്ലാഹു ശിബ്ഹഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഖാ ശിബ്ഹ ഈസാ അലൈഹി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖച്ഛായ അയാൾക്ക് നൽകുകയും ഹബീബ് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അൻഖറഹുല്ലാഹു മിൻ സഖഫിൽ ബൈത്തി, ആ വീട്ടിന്റെ മുകൾ ഭാഗത്തൂടെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. റൂമിലേക്ക് കയറി ഈസാ നബിയെ പിടിച്ചു കൊടുക്കാൻ ഈസാ നബിയുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ മുനാഫിഖായിരുന്നു. കേറി മടങ്ങി വന്നപ്പോൾ അയാളുടെ രൂപം ഈസാ നബിയുടെ രൂപം. ആളുകൾ അയാളെ പിടികൂടി. അയാൾ പറഞ്ഞു, ഞാൻ അവിടെ ഈസ എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചു. ആളുകൾ പറഞ്ഞു, നിങ്ങൾ തന്നെയാണല്ലോ. അതാണ് പിന്നെ ഖുർആൻ പറയുന്നുണ്ട്, വമാ ഖതലൂഹു യഖീനാ ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, വമാ ഖതലൂഹു യഖീനാ, ഒരിക്കലും കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ഈ റഫഇന്റെ അർത്ഥം മരിച്ചിട്ട് ഉയർത്തുക എന്നല്ല. എന്തുകൊണ്ട് മരിച്ചാൽ എല്ലാവരെയും ഉയർത്താറുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഉയർത്തി എന്ന് പറയേണ്ട ആവശ്യവുമില്ല. മരിച്ചിട്ട് ഉയർത്തുക എന്നല്ല അർത്ഥം. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, സൂറത്തുൻ നിസാഇന്റെ 158. നല്ല രസമുണ്ട്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി എന്ന് പറഞ്ഞിട്ട് ഖാദിയാനികൾ പറയും, അവര് കൊന്നിട്ടില്ലെങ്കിലും ഒറ്റക്ക് അവിടെ കിടന്ന് മരിച്ചു, എന്നിട്ട് അല്ലാഹു ഉയർത്തി. സഹോദര, ഈ ആയത്തിനെ ഉപസംഹരിക്കണ വാക്ക് നീ ചിന്തിക്കണം. എന്താ പറഞ്ഞത്? വകാനല്ലാഹു അസീസൻ ഹകീമാ, അസീസ് എന്തിനും യോഗ്യനാരാ. ഒരാളെ മരിപ്പിച്ചു എന്ന് പറയാൻ യോഗ്യം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരു സാധാരണ സംഭവമല്ലേ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞുണ്ടോ? നേരം വൈകിയോ? ശ്രദ്ധിക്ക്, ഖുർആനിൽ സ്വഭാവമുണ്ട്. ഒരു വിഷയം പറഞ്ഞാൽ അതിനൊപ്പിച്ച വിശേഷണം പറയും. തൗബ പറഞ്ഞാൽ ഗഫൂർ എന്ന് പറയും. ഇല്ലമൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. പുറത്തു കൊടുക്കുകയും അത്ര നന്മ കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പുറത്തു കൊടുക്കല്ലോ ഗുഫ്റാന, അത്രയും നന്മ എഴുതി കൊടുക്കലോ റഹ്മത്ത. അപ്പോൾ അവിടെ ഫിറ്റായി വിശേഷണം കൊണ്ടുവന്നു. എന്ത്? വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം ശക്ത. അപ്പോൾ അല്ലാഹുവിന്റെ വിശേഷണം പറഞ്ഞു. ആരാ അല്ലാഹു? ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്. അവൻ തുടങ്ങിപ്പടക്കുന്നവനും പിന്നെ പടക്കുന്നവനുമല്ലേ, അവൻ ആരെയും എപ്പോഴും പിടിക്കാൻ കഴിയുമല്ലോ. അപ്പൊ ഇവിടെ ചിന്തിക്കണം. ബൽ റഫഅഹുല്ലാഹ്, സാധാരണ ഒരു മരിപ്പിക്കലാണെങ്കിൽ വകാനല്ലാഹു അസീസൻ ഹകീമാ. അല്ലാഹു അസീസ് എന്നത് മഹാരാജാവിന്റെ പേരാണ്. അറിയാമല്ലോ സയ്യിദ്നാ യൂസുഫ്. ഉറക്കെ പറയേ, സയ്യിദ്നാ യൂസുഫ്. യൂസുഫ് നബിയെ കുടുംബക്കാർ കൊണ്ട് പറയുന്നത് ഇതേ പേരില്ല. യാ അയ്യുഹൽ അസീസ് ഖദ് മസ്സനാ വഅഹ്ലനാ അൽ-ളുർറ വജിനാ ബിബിളഅത്തിൻ ജാത്തിൻ ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ. മഹാരാജാവേ, ഏട്ടന്മാര് വന്ന് പറയാ, മഹാരാജാവേ ഞങ്ങൾക്ക് ഭക്ഷണമില്ലാതെ കുടുങ്ങിയിട്ടുണ്ട്. മഹാരാജാവേ, യാ അയ്യുഹൽ അസീസ്,
നോക്ക്, പാവപ്പെട്ടവനെ എന്നല്ല രാജാവിനെ സംബോധന ചെയ്യേണ്ടത്. ആർക്കും എവിടുന്ന അവര് വരുന്നത് ആ നാട്ടൊന്നും അല്ല, പുറത്തെ നാട്ടിൽ നിന്ന്, മദിയൻ എന്ന, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് റേഷൻ വാങ്ങാൻ വരും പോലെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പാകിസ്ഥാനിലേക്കും റേഷൻ കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ രാജാവിനെ എന്തു പറയണം? എന്തു പറയണം? രാജാവ് എന്ന് പറയണം. അസീസ്, എന്തിനും യോഗ്യൻ. റഹീം, അവിടെ യോഗ്യമായ വാക്ക് അസീസ്. അവര് വരുന്ന മദിയനിൽ നിന്ന്. കാരണം യാക്കൂബ് നബിയുടെ മണ്ണ് മദിയന. മദിയൻ അവര് വരുന്നത്. മദിയൻ കൻആൻ മണ്ണ. കൻആൻ മണ്ണ് മിസ്റിന്റെ പുറത്താ. കാരണം മൂസ നബി നാടുവിട്ടത് കൻആനിലേക്കാ. അവന് മനസ്സിലായി. അവിടെ എത്തിയപ്പോൾ ശുഐബ് നബി പറയുന്നുണ്ട്, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഇവിടെ ഫിറഔന്റെ ഭരണമല്ല, നീ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് മനസ്സിലാക്കാം, കൻആൻ മണ്ണ് ഈജിപ്തിന്റെ പുറത്താ. ഈജിപ്തിലാണ് രാജാവ് സയ്യിദ്ന യൂസുഫ് അലൈഹിസ്സലാം. അവിടെ ക്രേശം വാങ്ങാൻ വേണ്ടി വന്നപ്പോ പറയുന്നത്, യാ അയ്യുഹൽ അസീസ്. വളരെ നമ്മൾ ചിന്തിക്കണം. വകാനല്ലാഹു അസീസൻ ഹകീമാ. സാധാരണയായി ഒരാളെ മരിപ്പിച്ചിട്ട് ആ ആളുടെ ആത്മാവ് ആകാശത്തേക്ക് ഉയർത്തി എന്ന വിടുവായത്തം കാദ്യാനികളെ നിങ്ങൾ ദയവായി നിർത്തണം. ഇത് തനി പൊട്ടത്തരാണ്. എന്തുകൊണ്ട്? ഏതൊരാൾ മരിച്ചാലും കൊണ്ടുപോകില്ലേ? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വമാ ഖതലൂഹു വമാ സ്വലബൂ. അപ്പൊ പിന്നെ ഇനി അവിടെ വാക്കാൻ ഒത്തില്ല കാദിയാനികൾക്ക്. അപ്പൊ അവര് പറഞ്ഞു, സ്വാഭാവികമായും അവിടെ കിടന്ന് മരിക്കാൻ ആളുകൾ വരുന്നോട് കൂടെ പേടിച്ചിട്ട് ആ ആളവിടെ കിടന്ന് മരിച്ചുപോയി. പിന്നെ അള്ളാഹു റൂഹ് ആകാശത്ത് കൊണ്ടുപോയി. എന്താ പറയുന്നത്? ആര് പേടിക്കാനാണ്? ഈസ നബിയോ? നിനക്കറിയുമോ ഈസ നബിയെ? ഇദാ റആഹു അദുല്ലാഹി യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ദജ്ജാൽ ഈസ നബിയെ കണ്ടാൽ ദജ്ജാൽ കിടന്ന് ഉരുകുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ധീരൻ. ആരോ പിടിക്കാൻ മുഴുവൻ അവിടെ കിടന്ന് ശ്വാസം മുട്ടി അറ്റത്തേക്കായി മരിച്ചു. എന്താ പറയുന്നത്? കാദ്യാനികൾക്ക് അന്തല്ല, കാദ്യാനികളെ ഒപ്പം കൂടിയവർക്കും അന്തല്ല. ഞാനൊരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ ബസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൈയാട്ടി ഒരു മോട്ടോർ സൈക്കിൾ നിർത്തി. അങ്ങനെ എന്നെ കയറ്റി. എനിക്ക് ലിഫ്റ്റ് തന്നു. അങ്ങനെ കൊണ്ടുപോവാം. അപ്പൊ ഞാൻ ഇവനോട് അങ്ങനെ സംസാരിച്ച് വന്നപ്പോ മനസ്സിലായി ഇവൻ ആള് കാദ്യാനിയാണ്. അപ്പൊ ഞാൻ ഇവനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങള് ദുനിയാവിലുള്ള എല്ലാ മുസ്ലിമീങ്ങൾ പറഞ്ഞൊരു കളവും നിങ്ങളൊരു നാലാള് മാത്രം പറയുന്നത് ശരിയും എന്നുണ്ടാവോ എന്ന് ചോദിച്ചപ്പോ ഇവനോട് പറയാണ്, തലയെണ്ണത്തിലൊന്നും അത്ര വലിയ വിലയില്ല, എന്നാലും അവിടെ തന്നെ നിൽക്കുള്ളൂ എന്നർത്ഥം. നിങ്ങൾ ചിന്തിക്ക്, കാദ്യാനികളുടെ ഭീമമായ അബദ്ധം. അതിലേക്ക് ലോകത്തെ മുസ്ലിമീങ്ങൾ ആ പേരിലുള്ളവർ ആളുകളെ ഹജ്ജിന് പോലും, കാദിയാനി എന്ന ദിയാനത്ത് വേറെ ദിയാനത്താണ്, അതിൽപ്പെട്ടാൽ ഹജ്ജിന് പോലും സമ്മതിക്കുകയില്ല, പാടില്ല. എന്തുകൊണ്ട്? ലോക മുസ്ലിമീങ്ങൾക്ക് ഇത്തിഫാക്കായ മസലയാണ് കാദിയാനി കഫറാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ടും ബോധമില്ലാതെ കൂടുന്നവരുണ്ടെങ്കിൽ പടച്ചോനെ പേടിക്കണം, അള്ളാനെ പേടിക്കണം. എവിടെയെങ്കിലും ഖുർആൻ എക്സിബിഷൻ ഉണ്ട് എന്ന് കരുതിയിട്ട് കാദിയാനികളെ ഖുർആൻ എക്സിബിഷനിലേക്ക് ചേക്കേറരുത്. നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കലല്ല അവരെ ലക്ഷ്യം ഖിദാഅത്തുൽ മുഅ്മിനി, മുഅ്മിനെ ചതിക്കലാണ്. അവർ കാട്ടിക്കൂട്ടുന്നതിന്റെ പിന്നാലെ പോകരുത്. പണത്തിന് വേണ്ടി ദീനെ വിൽക്കരുത്. കാദ്യാനികളെ കയ്യിൽ ഇഷ്ടം പോലെ പണം കിട്ടും. പണം ഇഷ്ടം പോലെ കോടിക്കണക്കിന് പൗണ്ട് മാസാമാസം ഇസ്ലാമിക ദേവത്തിന്റെ പേരിൽ കാദ്യാനി ദേവത്തിന് ചെലവാക്കുന്നവരാണ്. ചിന്തിക്കണം. പണം കിട്ടും, പക്ഷേ ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇത് സംബന്ധമായ ഖുർആൻ ആയത്തുകൾ, ഹദീസുകൾ മുഴുവനും സത്യത്തിൽ ദുർവ്യാഖ്യാനങ്ങളാണ്. إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്നുണ്ട്, ഐ മുതമ്മിമു ഉംദിക ഫഹീനൈദിന തവഫാക, നിന്നെ ഞാൻ പിന്നീട് ഭൂമിക്ക് ഇറക്കുകയും മരിപ്പിക്കുകയും ചെയ്യും.
ഞാൻ ഒരിക്കലും പിടികൂടിയിട്ട് കൊലപ്പെടുത്താൻ വിട്ടുകൊടുക്കുകയില്ല. ആകാശത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉയർത്തുകയാണ് എന്ന് അല്ലാഹു സയ്യിദുനാ ഈസ ആല ഇംറാൻ 55-ാമത്തെ വചനം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നീ ഖാബിലുക മിനൽ അർളി വറാഫിഉക ഇലയ്യ തഫ്സീർ തുബരി വഅന്നഹു ഇബ്നു 33-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ഈസ നബിയെ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തുമെന്ന് റൂഹുൽ മാനി അല്ലാമ ആലൂസി ആയത്തിന്റെ വ്യാഖ്യാനം. ഈ ബഹറുൽ മുഹീത്തിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനം റഫഅഹു അല്ലാഹു ഇലസ്സമായി സമാഇദ് ദുനിയാ വഹുവ ഫീഹാ യുസബ്ബിഹു മഅൽ മലായിക. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റഫഅഹു അല്ലാഹു ഇലാ സമാഇദ് ദുനിയാ വഹുവ ഫീഹാ യുസബ്ബിഹു മഅൽ മലായിക. അവിടെ തസ്ബീഹ് ചൊല്ലുകയാണ്. സുമ്മ യഹ്ബിതുഹു അല്ലാഹു ഇൻദ ളുഹൂരിദ് ദജ്ജാൽ. ബഹറുൽ മുഹീത്ത് ഖുർആൻ മുഴുവനും ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നു. സുഹ്റുഫിന്റെ 61-ാമത്തെ വചനം വഇന്നഹു ലഇൽമുൽ ലിസാഅ. ഈസ നബി അന്ത്യനാളിന്റെ അടയാളമാകുന്നു. ഈസ നബി അന്ത്യനാളിന്റെ അടയാളമാണ്. فلا تمترن بها واتبعون هذا صراط مستقيم وإنه علم للساعة. ഈസ നബി അന്ത്യനാളിന്റെ അടയാളമാകുന്നു. നബി അന്ത്യനാളിന്റെ അടയാളം. നബി എന്നതിലൊക്കെ അന്ത്യനാളിന്റെ അടയാളമല്ല. എന്തുകൊണ്ട് നബി എന്ന നിലയിൽ അന്ത്യനാളിന്റെ നബി ആരാ? പിന്നെന്താണാ പറഞ്ഞത്? ഗൗരവമായി ചിന്തിക്കണം. ഈസ നബി വരുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നസ്സുൽ ഖുർആൻ. ഈസ നബി അന്ത്യനാളിന്റെ അടയാളമാണ്. അന്ത്യനാളിന്റെ നബി എന്നല്ല അർത്ഥം. അന്ത്യനാളിന്റെ നബി മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സഹീഹു അന്നഹു ആയിദുൻ ഇലാ ഈസാ വൽ മുറാദ് ബിദാലിക നുസൂലുഹു ഖബ്ല യൗമിൽ ഖിയാമ. അന്ത്യനാളിന്റെ മുമ്പ് ഇറങ്ങി വരും ഈസ നബി. വഹുവ അമാറത്തുൻ വദലീലുൻ അലാ വുഖൂഇ സാ. അന്ത്യനാൾ സംഭവിക്കും എന്നതിന് അടയാളമാണ് ഈസ നബി. വആയത്തുൽ ലിസാഅത്തി ഖുറൂജു ഈസാ ഖബ്ല യൗമിൽ ഖിയാമ. ഈസ നബിയുടെ വരവ് അന്ത്യനാളിന്റെ പ്രത്യക്ഷ ലക്ഷണമാകുന്നു. وهذا روي عن ابي هريره وابن عباس وابي العاليه وابي مالك وعكرمه وحسن وقتاده والضحاك وغيرهم. എല്ലാവരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. قد تواترت الحديث عن رسول الله صلى الله عليه وسلم. കേട്ടോളൂ ഹദീസ്. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم والذي نفسي بيده لا يوشكن أن ينزل فيكم ابن مريم حكما عدلا فيكسر الصليب ويقتل الخنزير ويلع الحرب ويفيل الماء حتى لا يقبله أحد حتى تكون السجدة الواحدة خيرا من الدنيا وما فيها. ചുരുക്കിയതാണ്. ഇന്നൊന്നും നിങ്ങളുടെ ശ്രദ്ധിക്കുക. ഈസ നബിയെ കുറിച്ച് ചില അടയാളങ്ങൾ പറയാം. സഹീഹുൽ ബുഖാരി പറയാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഹബീബായ നബി പറയാണ്, നീ എന്റെ ആത്മാവ് ഏതൊരുത്തന്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ഇദാ ലയുശികുന്ന അയൻസില ഫീകും ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം നിങ്ങളുടെ മേൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹക്കമൻ നീതിമാനായിട്ട്, വലിയ വിധികർത്താവും അദിലൻ നീതിമാനുമായിട്ട്. ഫയക്സുറു സ്വലീബ എന്നിട്ട് അദ്ദേഹം കുരിശിനെ പൊട്ടിച്ചു കളയും. അവാസ്തവമാണ് കുരിശ്, അതിനെ പൊട്ടിച്ചു കളയും. വയഖ്തുലുൽ ഖിൻസീർ അതിനെ പന്നിയെ ഭക്ഷണമാക്കിയ ഒരു സമൂഹത്തിനെതിരെ അടരാടും, പന്നിയെ കൊലപ്പെടുത്തും. വയലഉൽ ഹർബ യുദ്ധത്തെ അവസാനിപ്പിക്കും. ഭൂമിയിൽ എവിടെയും യുദ്ധം ഉണ്ടാവില്ല, സമാധാനമായിരിക്കും. സയ്യിദുനാ ഈസ വയുഫീലുൽ മാൽ കാണുന്നവർക്ക് മുഴുവനും മുതൽ അങ്ങനെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. മുതൽ കൊടുത്താലൊന്നും ആരും സ്വീകരിക്കാത്ത അവസ്ഥ വരും. ബർക്കത്തിന്റെ ഭൂമിയായിരിക്കും. ഒരു സുജൂദിന് ഈ ഭൂമിയിൽ എന്തിനേക്കാൾ വില ഉണ്ടാവും? സുജൂദിനൊക്കെ അല്ലാഹു തആല എത്ര വലിയ ഫളലും പ്രാധാന്യവും നൽകും എന്നർത്ഥം. عن ابي هريره رضي الله عنه قال قال رسول الله لا تقوم الساعه حتى ينزل عيسى بن مريم. ഈസ നബി ഇറങ്ങി വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. സ്വഹീഹുൽ ബുഖാരി.
ബുഖാരിയുടെ വേറെയും ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി ഖാല കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയമ ഫീകും വ ഇമാമുകും മിൻകും. നിങ്ങളുടെ കൂട്ടത്തിലെ ഇമാം നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ സയ്യിദുനാ ഈസ ഇറങ്ങി വരും. ആരാണ് ഇമാമ്? നിങ്ങളെ ഇമാം നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഈസ ഇറങ്ങി വരും. ആരാ ഇമാമ്? ആരാ ഇമാം? ഉറക്കെ പറയൂ, ആരാ ഇമാമ്? ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഉണ്ടാകുമ്പോൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൻസിലു ഈസ ഇബ്നു മറിയമ ഫയഖ്തുലുൽ ഖിൻസീറ വയംഹുസ് സ്വലീബ. കുരിശിനെ തച്ചൊടക്കും. വതുജ്മഉ ലഹു സ്വലാ. നമസ്കാരം അദ്ദേഹത്തിന് വേണ്ടി ജമാക്കപ്പെടും. അങ്ങനെ ചെയ്യും. കാരണം തമ്മാടിയായ അക്രമിയായ ദജ്ജാലിനെതിരെ പട നയിക്കുകയും ജമാക്ക് നമസ്കരിക്കപ്പെടുകയും ചെയ്യും. വയുഅത്തുൽ മാല. ധനത്തെ കൊടുത്ത് ധാരാളം ആളുകൾക്ക് കൊടുക്കും. ഹത്താ ലാ യഖ്ബല. ഒരാളും സ്വീകരിക്കാത്ത അവസ്ഥ, ധനം സ്വീകരിക്കാത്ത അവസ്ഥ വരും. വയലഉൽ ഖറാജ. നികുതിയെ ഇല്ലാതെയാക്കും. ഭൂമിയിൽ എവിടെയും നികുതി കെട്ടേണ്ടി വരില്ല. വയൻസിലു ബിർറൗഹായി. മദീനക്കടുത്ത് റൗഹ എന്ന സ്ഥലത്ത് ഇറങ്ങി വരും. എന്നിട്ട് അവിടെ ഇറങ്ങും, അഥവാ അവിടേക്ക് യാത്ര ചെയ്യുമെന്നർത്ഥം. ഇറങ്ങി വരുന്നത് കിഴക്കൻ ഡമസ്കസിലാണ്. അവിടെ എത്തും. മദീനക്ക് അടുത്തുള്ള റൗഹയിലെത്തും. ഫയഹിജ്ജു മിൻഹാ വയഅ്തമിറു. അവിടെ നിന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ പോകും. ഔ യജ്മഉ. അല്ലെങ്കിൽ ഖിറാനായി രണ്ടും കൂടെ ചെയ്യും. സ്വഹീഹ് മുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി ദജ്ജാലിനെ പറ്റി കഥ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫബൈനമാഹും യഅദ്ദൂന ലിൽ ഖിതാൽ. ദജ്ജാലിനെതിരെ എല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുങ്ങുന്ന സാഹചര്യം. യുസവൂന സൂഫുഫ. എല്ലാവരും ദജ്ജാലിനെതിരെ അണിയൊപ്പിച്ച് നിൽക്കുന്ന നേരത്തെ ഇദാ ഉഖീമത്തിസ് സ്വലാ. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കും. ഫയൻസിലു ഈസ ഇബ്നു മറിയമ. ആ നേരത്തെ ഈസ ഇബ്നു മറിയമ വരും. ഫഅമ്മഹും. എന്നിട്ട് ഇമാമും നമസ്കരിക്കും. വൈദാറആഹു അദുല്ലാഹി യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ഈസ നബിയെ ദജ്ജാൽ കണ്ടാൽ, ഈസ നബി മരിച്ചിട്ടില്ല. ഈസ നബി അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ലോകത്തെ, ആകാശ ലോകത്തെ പാർത്തുകൊണ്ടിരിക്കുന്നു. യൻസിലു. അവിടെ നിന്ന് ഇറങ്ങി വരും സയ്യിദുനാ ഈസ. അത് പഞ്ചാബിൽ ജനിക്കുകയല്ല. അത് വാഗ്ദത്ത മസീഹന്റെ പേരിൽ പഞ്ചാബിൽ ജനിച്ച ആളല്ല. അത് ചിറാഗ് ബിവിയുടെ മകൻ അഹമ്മദ് എന്ന ആളായിരുന്നു. അങ്ങനെ പല അഹമ്മദ്മാരും വന്നുപോയിട്ടുണ്ട് പല നാട്ടിലും. അത് ഈ അഹമ്മദ് അല്ല. അങ്ങനെയാണ്. മുമ്പൊരാൾ പറഞ്ഞത്രേ, ഖാദിയാനികൾ വല്ലാതൊരാൾ വാദിച്ചു മുഹമ്മദ് നബി തന്നെയാണെന്ന് വാദിച്ചു. അപ്പോൾ വേറെ ഒരു കച്ചവടക്കാരൻ, ഒരു മീൻ കച്ചവടക്കാരനായ ഒരാൾക്ക് ഭ്രാന്തായി. അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ നബിയെ ഒന്ന് കാണണല്ലോ എന്നാണെങ്കിൽ അയാൾ മുന്നിൽ വന്നിട്ട് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, എന്റെ ലിസ്റ്റിൽ അങ്ങനെ ഇല്ലല്ലോ ഈ നബി, ഞാൻ അള്ളയാണ് എന്ന് അയാളും പറഞ്ഞു. ഞാൻ അള്ളയാണ്, എന്റെ ലിസ്റ്റിൽ അങ്ങനത്തെ ഒരാളില്ലല്ലോ, ഇത് ഞാൻ അയക്കാത്ത നബി എങ്ങനെ നബിയായത്, എങ്ങനെ നബിയാവാ, ഞാൻ തന്നെ അയച്ചിട്ടില്ലല്ലോ എന്ന്. അതാണ് പിന്നെ അതിനുള്ള മരുന്ന്. യഥാർത്ഥത്തിൽ മരുന്ന് അതാണ്. സത്യത്തിൽ ഇത് തന്നെയാണുള്ള മരുന്ന്. നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ എല്ലാരും ഇത് ചിന്തിക്കും. പടച്ചോനെ പേടിയുണ്ടെങ്കിൽ നീ മടങ്ങി വന്നോ, അള്ളാന്റെ ദീനിലേക്ക് മടങ്ങിക്കോ. ആരെങ്കിലും ഇത്തരം വഞ്ചനയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് നിന്ന് മടങ്ങിക്കോയില്ലെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ള പറഞ്ഞു, അബൂ ദാവൂദ് വേറെ ഹദീസ് പറയുന്നുണ്ട്. അൻ അബീ ഹുറൈറത അന്ന നബിയ ഖാല ലൈസ ബൈനി വബൈനഹു നബിയ്യുൻ. എന്റെയും ബഹുമാനപ്പെട്ട ഈസ നബിയുടെയും ഇടയിൽ വേറെ നബിമാരുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അദ്ദേഹം വീണ്ടും ഇറങ്ങി വരും. അപ്പോൾ നബി അല്ല, പിന്നീട് പറയാം. ചുകപ്പും വെളുപ്പും കലർന്ന നിറക്കാരനാണ് സയ്യിദുനാ ഈസ. തലേ കൂടി വെള്ളം ചൊരിച്ചിട്ടില്ലെങ്കിലും സദാസമയവും വെള്ളം ഇങ്ങനെ ചടിയിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കും സയ്യിദുനാ ഈസ. അങ്ങനെ ഇറങ്ങിക്കൊണ്ടേ വെള്ളം ഇങ്ങനെ ചൊരിച്ചുകൊണ്ടേയിരിക്കും. ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യും. കുരിശിനെ തച്ചൊടക്കും.
മതമല്ല എന്ന രൂപത്തിൽ ഇസ്ലാം മതമല്ലാത്ത മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നശിപ്പിച്ചു കളയും. ഫയംകുസു ഫിൽ അർളി 40 സന വഖീല 24 24 കൊല്ലം ജീവിക്കും, അതല്ല 40 കൊല്ലം ജീവിക്കും. രണ്ടഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ عن جابر بن عبد الله قال رسول الله فينزل عيسى بن مريم فيقول امير صحيح مسلم. അമീർ പറയും, മുസ്ലിം നേതാവ് ഈസ നബി ഇറങ്ങി വരുമ്പോൾ പറയും, നിസ്കരിക്കുക, ഞങ്ങൾക്കൊന്ന് ഇമാമായി നിസ്കരിക്കുന്ന. ഖാലല്ല, ഞാൻ നിസ്കരിക്കുകയില്ല. ഇന്ന ബഅലകും അലാ ബഅലിൻ ഉമറാ, നിസ്കരിക്കാൻ ഇമാം നിൽക്കാൻ നിങ്ങൾ തന്നെ യോഗ്യൻ തക്രിമതൻ ലിഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തെ ബഹുമാനിച്ചിട്ട് നമ്മളെ കൂട്ടത്തിലെ ഇമാമിനെ ഇമാമാക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. പിന്നെ ഈസ നബി ഇമാമ നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഇത് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. മിഷ്കാത്തിൽ വേറെയും കാണുന്നുണ്ട്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഇദൻ ലി ഫഖ്തുലഹു, ഞാൻ നബിയെ എനിക്കൊന്ന് സമ്മതം തരൂ, ഞാൻ ഇബ്നു സയ്യാദിനെ കൊലപ്പെടുത്തട്ടെ. ഇബ്നു സയ്യാദ് എന്നൊരു കുട്ടി ജനിച്ചിരുന്നു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ. ദജ്ജാലിനെ പോലെയുള്ള ചില വിശേഷണങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ ഞാൻ കൊലപ്പെടുത്തട്ടെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നേരം ഹബീബായ നബി പറഞ്ഞു, ഇവൻ ദജ്ജാലാണെങ്കിൽ ഫലസ്ത സ്വാഹിബഹു, ആ കൊല്ലണ്ട ആളിയല്ല. ഇന്നമാ സ്വാഹിബുഹു ഈസ ഇബ്നു മറിയമ, കൊല്ലണ്ട ആൾ ഈസ നബിയാണ്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മിഷ്കാത്തിലുണ്ട്. അനിന്നവാസ് ഇബ്നു സമആനിൽ കിലാബി فبينما هم كذلك إذ بعث الله المسيح عيسى ابن مريم فينزل عند المنارة البيضاء بشرقي دمشق, കിഴക്കൻ ദമസ്കസിലെ വെള്ള മനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരും സയ്യിദുനാ ഈസ. രണ്ട് മലക്കിന്റെ ചിറകുകളിൽ കൈ പടർത്തി വെച്ച് ഇറങ്ങി വരും സയ്യിദുനാ ഈസ. രണ്ട് അങ്കി വസ്ത്രങ്ങൾ കാറ്റിൽ പറത്തുകയും ചെയ്യും. എങ്ങനെ ആ മനുഷ്യനെ പറ്റി പറയുമ്പോ കാണാൻ പൂതിയാവുക. ഇതാ തല താഴ്ത്തിയാൽ തുള്ളികൾ ഇങ്ങനെ വീഴും. അദ്ദേഹത്തിന്റെ ഒരു ശരീര സ്വഭാവമാണ് സദാസമയവും മനോഹരമായി വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകും സദാ നേരം. ഇതാ ഇങ്ങനെ തുള്ളികൾ വീഴും, വിയർപ്പ് തന്നെ ആയിരിക്കും. തല പൊക്കിയാലോ മുത്തുമണികൾ പോലെയുള്ള വിയർപ്പ് മണികൾ വീഴും. അങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒഴുകും. സയ്യിദുനാ ഈസ ഉറക്കെ പറയും, സയ്യിദുനാ ഈസ. രസമുണ്ട്. ഈ മനുഷ്യനെ അത്ര കൊന്നത്, ഈ മനുഷ്യനെ അത്ര ഹാർട്ട് അറ്റാക്ക് ആയത് ആരാന്നറിയോ? സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. ലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സിഹി ഇല്ലാ മാതാ, ഈ മനുഷ്യന്റെ കാറ്റ് കൊണ്ടാൽ പോലും കാഫിർ മരിച്ചു പോകും. സയ്യിദുനാ ഈസ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നത്. ഖാദിയാനികൾ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചതാണ് പെട്ടെന്ന്. ക്രിസ്തീയ സഹോദരങ്ങൾ പറഞ്ഞു അത് കുരിശി തറച്ചു കൊണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആൺകുട്ടിയാണ്. അന്തസ്സുള്ള ആളാണ് സയ്യിദുനാ ഈസ. അന്തസ് ഉണ്ടാവുമല്ലോ, അന്തസ് ഉണ്ടാകണമല്ലോ. ലോകത്തിന്റെ മുഴുവനും അന്തസ്സിന്റെ കേദാരത്തിന്റെ മുന്നറിയിപ്പുകാരനല്ലേ ഈ മനുഷ്യൻ. അപ്പൊ കുറച്ചൊക്കെ അന്തസ് വേണ്ടേ? ലോകത്തിന്റെ അന്തസ്സിന്റെ കേദാരമാണ്. അലാ യാസീൻ ഹബീബില്ലാഹ് തഹദ്ദറ മിൻ നുജ്മാൻ, മുത്തുമണികളെ പോലെ ഉതിർന്നു വീഴും. ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സിഹി ഇല്ലാ മാതാ, ആരെങ്കിലും ആ കാറ്റ് കൊണ്ടാൽ മരിച്ചു പോകും. നഫ്സുഹു യന്തഹി ഹൈസു യന്തഹി തർഫുഹു, തന്റെ കണ്ണെത്തുന്നിടത്ത് തന്റെ കാലെത്തും. അത്ര വേഗതയുള്ള ആളാണ് സയ്യിദുനാ ഈസ. അതുകൊണ്ടാണ് മസീഹ് ഈസ എന്ന് പേരുണ്ടായത്. നോക്ക് നോക്ക്, തന്റെ കാറ്റ് കൊള്ളുന്ന കാഫിർ മരിച്ചു പോകും. സയ്യിദുനാ ഈസ നബിയുടേത് അലൈഹിസ്സലാം എവിടേക്കൊക്കെ എത്തും, എവിടെയൊക്കെ എത്തും, എങ്ങോട്ട് എത്തും?
എവിടെയൊക്കെ കണ്ടെത്തുമോ അവിടെയൊക്കെ കാലെത്തുന്ന ആളാണ് സയ്യിദുനാ ഈസ. അതപ്പോ അത്രയും വേഗതയാണെന്ന് അർത്ഥം. ഇസ്രായേലിലെ ബാബിലുദ്ദീന്റെ അരികിൽ വെച്ച് ദജ്ജാലിനെ കണ്ടുമുട്ടുകയും ഫയഖ്തുലുഹു എന്നിട്ട് ദജ്ജാലിനെ കൊലപ്പെടുത്തുകയും ചെയ്യും സയ്യിദുനാ ഈസ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു, യഖ്റുജു ദജ്ജാലു ഫീ ഉമ്മത്തി ഫയംകുസു 40 യൗമാ. 40 ദിവസം ദജ്ജാൽ പാർക്കും ഭൂമിയിൽ. ഫയബ്അസുല്ലാഹു ഈസ ഇബ്നു മറിയമ. സ്വഹീഹ് മുസ്ലിം. അവസാനം അല്ലാഹു ഈസ നബിയെ പറഞ്ഞേക്കും കഅന്നഹു ഉർവത്ത് ബിൻ മസ്ഊദ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഈസ നബിയെ കണ്ടാൽ ഈ ഇരിക്കുന്ന ഉർവയെ പോലെ ഉണ്ടാകും റളിയല്ലാഹു അൻഹു. മുസ്ലിമിന്റെ വേറെയും ഹദീസ് കാണാം. وحذيفة بن أسد الغفاري اطلع النبي صلى الله عليه وسلم قالوا نذكر الساعة قال إنها لن تقوم حتى ترون قبلها 10 آيات فذكر الدخان. 10 അടയാളങ്ങൾ പറഞ്ഞു ഹബീബായ നബി. എന്നൊരു പുക പുറപ്പെടും യമനിൽ നിന്ന്. ഒരു ദജ്ജാൽ വരും. പിന്നെ ദാബത്തുൽ അർള് വരും. വതുലൂ ശംസി മിൻ മഗ്രിബിഹാ. പടിഞ്ഞാറുനിന്ന് സൂര്യൻ ഉദിക്കും. വനുസൂല ഈസാ. ഈസ നബി ഇറങ്ങി വരും. ഹബീബായ നബി പറഞ്ഞു സ്വഹീഹ് മുസ്ലിം. 10 അടയാളങ്ങൾ ഞാൻ വിശദീകരിക്കണില്ല എന്ന്. ഈസ നബി ഇറങ്ങി വരണം. എന്തുകൊണ്ട്? ഒന്ന് ഇന്നഹു ഇൽമുൽ ലിസാ. ഹബീബായ റസൂലുള്ളാഹി ഇറങ്ങി വരണം. എന്തുകൊണ്ട്? വഇദാ ഖറല്ലാഹു മീസാഖൻ നബിയ്യിൻ ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. صلاة الله سلام الله. എന്തിനാ ഈസ നബി ഇറങ്ങി വരുന്നത്? അത് അല്ലാഹുവിന്റെ നിയമ. അത് ഇറങ്ങി വരണം. ഈസ നബി ഇറങ്ങി വരണം. എന്തുകൊണ്ട്? പ്രവാചകന്മാർക്ക് അള്ളാഹു നുബുവത്ത് കൊടുത്ത നേരം അർവാഹിന്റെ ലോകത്തെ അവരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നുബുവത്ത് തരാം. നിങ്ങൾക്ക് നുബുവത്തും കിതാബും തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും. എന്റെ റസൂലെങ്ങാനും നിങ്ങളെ കാലത്ത് ജീവിക്കുകയാണെങ്കിൽ ലതുമിനുന്ന ബിഹി വലതൻസുറുന്നഹു. നിങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? എല്ലാ അമ്പിയാക്കളോടും അല്ലാഹു പറഞ്ഞിരുന്നു, എന്റെ നബി നിങ്ങളെ നാട്ടിൽ വന്നാൽ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. ആരാണ് ഈ നബി? മുഹമ്മദ് നബി. ഈ കരാറിൽ പ്രാർത്ഥിച്ച ആളാണ് സയ്യിദുനാ ഈസ. സദാസമയവും പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്റെ 33-ാമത്തെ വയസ്സ് വരെ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ. എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹു എന്നെ മുഹമ്മദ് നബിയുടെ സമുദായമാക്കണേ. തന്നെ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وآخرتم إنه لما دعا الله رأى صفة محمد صلى الله عليه وسلم وأمته أن يجعله منهم. ഹബീബായ നബിയുടെയും മുഹമ്മദീയ സമുദായത്തിന്റെയും മഹത്വം മനസ്സിലാക്കിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, ഈസ നബി യജഅലഹു മിൻഹും ഫസ്തജാബല്ലാഹു ദുആഹു. തുഹ്ഫത്തുൽ അഹ്മദി രേഖപ്പെടുത്തുന്നുണ്ട്. വഅബ്ഖാഹു ഹത്താ യൻസില ഫീ ആഖിരിൽ സമാനി മുജദ്ദിദാ. മുജദ്ദിദായി ഇറങ്ങി വരികയാണ്. ആരല്ല? നബിയല്ല. ബഹുമാനപ്പെട്ട ഈസ നബിയാണെങ്കിലും നബിയല്ല. എന്തുകൊണ്ട്? ലാ യകൂനു ലഹു വഹയുൻ. ഈസ നബിക്ക് വഹയ് ഉണ്ടാവുകയില്ല. മുജദ്ദിദു മിൻ ഉമ്മത്തി മുഹമ്മദിൻ. ഈ സമുദായത്തിന് ഒരു മുജദ്ദിദ് മാത്രമായിരിക്കുന്നതാണ്, ഒന്നും ഉണ്ടാകുകയില്ല. സബത അന്നഹു ആഖിറുൽ അംബിയാ. മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. പിന്നെ മീർസ ഇല്ല, അത് പച്ചപ്രാന്ത് മാത്രമാണ്. മീർസ ഇല്ല, മീർസ നബിയല്ല. ഖാദിയാനിക്ക് സംഭവിച്ചത് പച്ചപ്രാന്ത് മാത്രമാണ്. ഖാദിയാനി പച്ചപ്രാന്തനാണ്, അതൊരിക്കലും നബിയല്ല. അത് ഒരുത്തന്നെ പ്രാന്ത് പിടിച്ചത് മാത്രമാണ്. ഹബീബായ റസൂലുള്ളാഹി ഇജ്തമഅത്തിൽ ഉമ്മ അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറുൽ അംബിയാ. അവസാനത്തെ നബി മുഹമ്മദ് നബിയാണ്.
അപ്പൊ ചോദിക്കാം, ഇമാം തഫ്താസാനി തങ്ങളെ അഖീദ വിശദീകരിച്ചിട്ട് പറയുകയാണ്, അപ്പൊ ഇനി ഈസ നബി വരാണ്ടല്ലോ എന്ന് ആരെങ്കിലും ചോദിക്കാം. കുൽനാ, നമ്മൾ മറുപടി പറയും, ലാകിന്നഹു യുതാബിഉ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയോട് പിൻപറ്റുന്ന ആളായിരിക്കും. ഈസ നബിയുടെ ശരീഅത്ത് മൻസൂഖായിരിക്കുന്നതാണ്, ദുർബലപ്പെട്ടിരിക്കും നേരത്തെ തന്നെ. ഫലാ യകൂനു ഇലൈഹി വഹയ്യുൻ, ഈസ നബിയിലേക്ക് വഹയ് വരികയില്ല, ഈസ നബിക്ക് പുതിയ വഹയൊന്നും ഉണ്ടാവില്ല. അഹ്കാമിൻ, ഒരു അഹ്കാം പ്രത്യേകമായി കൊടുക്കുകയില്ല. ബൽ യകൂനു ഖലീഫത റസൂലില്ലാഹ്, ഹബീബായ റസൂലുള്ളാഹിന്റെ ഖലീഫയായിരിക്കും സയ്യിദുനാ ഈസ. അപ്പൊ മുജദ്ദിദായിരിക്കും സയ്യിദുനാ ഈസ. അതാണ് ഈ പറയുന്നത്, അടിസ്ഥാനപരമായ സത്യമാണ് ഈ പറയുന്നത്. മഹാനായ സയ്യിദുനാ ഈസ അന്ത്യനാളിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ ശരീഅത്തിനെ ഒന്നുകൂടി ജനങ്ങളിലേക്ക് കനപ്പെട്ടേൽപ്പിക്കാൻ വേണ്ടി വരുന്ന ഈ ഉമ്മത്തിന്റെ മുജദ്ദിദാണ്. ആഖിറു മുജദ്ദിദി ആഖിറു മുജദ്ദിദി ഹാദിഹിൽ ഉമ്മ ഈസ ഇബ്നു മറിയം, ഈ സമുദായത്തിലെ അവസാനത്തെ മുജദ്ദിദ് ഈസ നബിയാണ്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരണം. ക്രിസ്തീയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബൈന റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖൈമ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബൈന വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ ത്രിയേകത്വം വലിച്ചെറിയുക, എന്നിട്ട് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക. നിങ്ങളെ മുൻഗാമികൾ ഹബീബായ മുഹമ്മദ് നബിയുടെ വരവിന് മുമ്പ് തന്നെ അല്ലാഹുമ്മ അൻസുർനാ ബിന്നബിയിൽ മബ്ഊസ് ഫീ ആഖിരിസ് സമാൻ, ഈ നബിയെ ഞങ്ങൾക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയായ നജ്ജാശി രാജാവ് പോലും മുഹമ്മദ് നബിയുടെ സമുദായം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം ഹിജ്റയെ ചെന്നപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നജിദുഹു ഫിൽ ഇൻജീൽ, ഈ മനുഷ്യനെ കുറിച്ചാണ് ഞാൻ ഇൻജീലിൽ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നീട് മാറ്റി തിരുത്തിയതിൽ പെട്ടതാകുന്നു. അതുകൊണ്ട് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിന്റെ സത്യത്തിലേക്ക് മടങ്ങിപ്പോകണം. ഖാദിയാനിസത്തിൽ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ റമളാനാണ്, പടച്ചോനോട് പറയണം, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തമ്മാടിത്തരം കൊണ്ട് നിറച്ചവരാണ് ഖാദിയാനികൾ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ജുദായിസത്തെക്കാൾ വലിയ ജുദായിസം ചെയ്തവരാണവർ. അത് സമുദായം അന്ത്യനാൾ വരെ മാപ്പ് കൊടുക്കാത്ത വിഭാഗമാണവർ. അവരിൽ ആരെങ്കിലും പെട്ടുപോയാൽ റബ്ബിന്റെ ജഹന്നം അവന് ലഭിക്കുന്നതാണ്. പടച്ചതമ്പുരാൻ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തായിബായങ്ങളാവുക, റബ്ബിലേക്ക് മടങ്ങുക. ഹക്കായ ദീനിൽ, ഹക്കായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം സ്വാലിഹായ അമലാക്കി തരട്ടെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കൾക്കും എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിഞ്ഞേരണമേ തമ്പുരാനെ. ഞങ്ങൾ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബുദങ്ങളും ബഹുമാനപ്പെട്ട കാളമ്പാടി സ്ഥാനടക്കമുള്ള നേതാക്കന്മാർ അനാരോഗ്യം വകവെക്കാതെ ഈ പരിപാടി ഉദ്ഘാടനത്തിനോട് വന്നെത്തി. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹു എല്ലാവിധ സലാമത്തും നൽകണമേ റബ്ബേ. എല്ലാവരെയും ഖൈറിന്റെയും ബറക്കത്തിന്റെയും റഹ്മത്തിന്റെയും ആളുകളാക്കി മാറ്റണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും റമളാന്റെ ഫദ്ൽ കൊണ്ട് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാരൊക്കെ സ്വാലിഹത്തുകളാവുകയും ഞങ്ങൾക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ തരികയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ നാട്ടിൽ ദീൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഓരോ തെമ്മാടിക്കൂട്ടങ്ങൾ ഒരുങ്ങുമ്പോൾ ആ തെമ്മാടിക്കൂട്ടത്തിന് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്ന ധീരന്മാരായ ഖുർആനും ഹദീസും പഠിച്ച ആൺകുട്ടികൾ ഞങ്ങളെ മുതുകിൽ നിന്നുണ്ടാകണമേ തമ്പുരാനെ. ഈ ഹക്കായ സുന്നത്യമായത്തിന് ഇവിടെ നിലനിൽക്കാൻ ഞങ്ങളെ മുതുക് കാരണമാകണമേ തമ്പുരാനെ. ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളും മുത്തഖീങ്ങളുമാകണമേ റബ്ബേ. ഞങ്ങൾ നോമ്പ് യഥാർത്ഥ സ്വാലിഹ്യങ്ങളെ നോമ്പായി സ്വീകരിക്കുകയും ഞങ്ങളുടെ ഖിയാമായി അംഗീകരിക്കുകയും ഞങ്ങളെ ദുആഇനൊക്കെ നീ വർദ്ധിച്ച ഫള് നൽകുകയും ഐക്യവും സന്തോഷവും മുസ്ലിമീങ്ങൾക്ക് നൽകുകയും ഇറാഖിനെ നരവേട്ട ചെയ്യുന്ന അമേരിക്കയെ ഒന്നിരിക്കൽ നീ ഹിദായത്ത് കൊടുത്ത് അവനെ നീ രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവനെ തിക്തമായ ശിക്ഷ കൊണ്ട് മാതൃകാപരമായി ശിക്ഷിക്കുകയോ ചെയ്യണമേ തമ്പുരാനെ. ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന്റെ മേൽ
മേലാൽ അവൻ അടക്കി ഭരിച്ചവരുടെ വരെ സിവിലിയന്മാരെ വരെ നിഷ്ഠൂരമായി ആക്രമിച്ച തമ്മാടിക്ക് അള്ളാഹുവെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തവന് അവനെ നീ പാഠം പഠിപ്പിക്കണമേ തമ്പുരാന്, അല്ലെങ്കിൽ അവന് നീ ഹിദായത്ത് കൊടുത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹു എന്താണെങ്കിലും അവന്റെ തമ്മാടിത്തരത്തിന് തൊട്ട് ലോകം മനുഷ്യരെ മുഴുവനും രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. എവിടെയും മുസ്ലിമീങ്ങൾക്ക് ഖൈറുണ്ടാകണമേ റബ്ബേ. മുസ്ലിം നേതാക്കന്മാർക്ക് ഐക്യവും ഒരുമയും സ്നേഹവും ബന്ധവും ഉണ്ടാകണമേ തമ്പുരാനെ. എവിടെയും ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകണമേ റബ്ബേ. എല്ലാ കൊല്ലം ഞങ്ങൾ ഈ നടത്തിയ പരിപാടി മുസ്ലിമീങ്ങളെ ഉദ്ധാനതയ്ക്ക് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയാണ്. ഇക്കൊല്ലം അങ്ങനെ ആക്കി തരണമേ തമ്പുരാനെ. ഇവിടുന്ന് ഐക്യവും സന്തോഷവും ദീനും സുന്നത്യമായത്തും പഠിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഒരു ദോഷിയും ഇവിടുന്ന് ഇറങ്ങിപ്പോകരുതേ റബ്ബേ. ഞങ്ങളെ എല്ലാ ദോഷവും എല്ലാ ദോഷവും പുറത്തിരണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله.